ഡേ 1 ഓഫ് സ്റ്റാർട്ടിങ് മൈ ഓൺ ബിസിനസ്, ഡേ 1 ഓഫ് സ്റ്റാർട്ടിങ് മൈ ഓൺ കഫേ. ഇതിപ്പോൾ സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. അതേപോലെ ഡോക്യുമെന്റ് ചെയ്ത് 5 ലക്ഷം മന്ത്ലി റവന്യൂ, 5 ലക്ഷം പ്ലസ് മന്ത്ലി റവന്യൂവിൽ റീച്ച് ചെയ്തൊരു ബ്രാൻഡാണ് ഇന്ന് നമ്മളെ കൂടെ ഉള്ളത്. ശരത്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ബ്രാൻഡ് ലവ് വിഷ്. കയ്യിൽ ഓരോ രൂപയും സേവ് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ലൈഫിലെടുത്ത ഏറ്റവും വലിയ റിസ്ക് ആണ്. ഒരു ഡിഗ്രി പോലും ഇല്ലാത്ത നീയൊക്കെ ബിസിനസ് തുടങ്ങിയിട്ട് എന്താവെന്ന് ചോദിച്ചവരുണ്ട്. നമ്മൾ ഐഡിയ ജസ്റ്റ് പിച്ച് ചെയ്തു, അവർ പറ്റില്ല എന്ന് പറഞ്ഞു. സോ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു വിഷമമായി. സോ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എന്തെങ്കിലും വുമൻസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് വുമൻസിന് വേണ്ടി എന്താ ചെയ്യണം? വുമൻസിന് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മളെക്കാൾ കൂടുതൽ ഒരു പർച്ചേസിങ് ടെൻഡൻസി ഉള്ളത് വുമൻസിനാണ്. അവരാണ് ബുദ്ധി അല്ലേ? അതെ. സോ കോവിഡൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ കണ്ടക്ടറാണ്, ബസ് കണ്ടക്ടറാണ്. സോ ബസ്സിൻ്റെ അവസ്ഥയൊക്കെ അത്യാവശ്യം മോശമായപ്പോൾ അച്ഛനൊരു ഗ്രോസറി ഷോപ്പ് തുടങ്ങി. പ്രോപ്പറായിട്ടുള്ള ലൊക്കേഷൻ ചൂസ് ചെയ്തിട്ടില്ല, അവിടെ അടുത്ത് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടോ ചൂസ് ചെയ്തിട്ട് ഒന്നും നോക്കിയിട്ടില്ല, ജസ്റ്റ് പോയി സ്റ്റാർട്ട് ചെയ്തു. ഒരു 1 മന്ത് 2 മന്ത് കഴിഞ്ഞതും ഫുള്ള് ഫ്ലോപ്പായി. അങ്ങനെ ഇടാൻ തുടങ്ങി ഫസ്റ്റ് വീഡിയോ തന്നെ അറൗണ്ട് 4 മില്യൺ പ്ലസ് വ്യൂസ് കയറി യൂട്യൂബിൽ. എനിക്ക് മാക്സിമം എൻ്റെ അച്ഛൻ്റെ ഫുൾ ഡെപ്റ്റ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. തിരിച്ചു പോയതെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റി. അതായത് ഞാൻ കറക്റ്റ് ഒരു സ്മൂത്ത്ലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് ആ സ്മൂത്ത് അത്രയും ഒരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. സോ എന്തെങ്കിലും വലുതായിട്ട് എന്തെങ്കിലും ചെയ്യണം. ആ ഒരു ഡേ 1 തന്നെ നമ്മുടെ ഫുൾ സ്റ്റോക്കും പോയി. ആ ഡേ 1 ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരുന്നു, സങ്കടം ഉണ്ടായിരുന്നു. കാരണം വീണ്ടും കൊടുക്കാൻ സാധനം ഇല്ല, സാധനം കയ്യിലില്ല. ബേസിക്കലി 3 ആൾക്കാരുടെ ടീമാണ് ഈ 5 ലക്ഷത്തിന്റെ റവന്യൂ ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ നമ്മളെ സ്ഥിരം ഒരു സെഗ്മെന്റ് ഉണ്ട്, ഫൗണ്ടേഴ്സിനെ കൊണ്ട് നമ്മൾ ചലഞ്ച് ചെയ്യിപ്പിക്കും. എത്ര പുഷപ്പ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഉദ്ദേശമൊന്നുമില്ല, ഫൗണ്ടേഴ്സ് ഫിറ്റ് ആയിരിക്കണം. ഫൗണ്ടേഴ്സ് ഫിറ്റ് ആണെങ്കിൽ ടീം ഫിറ്റ് ആയിരിക്കും, ടീം ഫിറ്റ് ആണെങ്കിൽ ബിസിനസ് ഫിറ്റ് ആയിരിക്കും, ആ ബിസിനസ് ഫിറ്റ് ആയി കഴിഞ്ഞാൽ ആ നാട് ഫിറ്റ് ആവും. അപ്പൊ അടിക്കല്ലേ? ഇത് പ്രശ്നമാണ്. ജിമ്മു പോയത് പാടില്ല. ഡേ 1 ഓഫ് സ്റ്റാർട്ടിങ് മൈ ഓൺ ബിസിനസ്, ഡേ 1 ഓഫ് സ്റ്റാർട്ടിങ് മൈ ഓൺ കഫേ, ഡേ 1 ഓഫ് ബിൽഡിംഗ് എ ജ്വല്ലറി ബ്രാൻഡ്. ഇതിപ്പോൾ സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. ഇതിന് നോർമലി പറയാം ഡോക്യുമെന്റിങ് ഓഫ് ബിൽഡിംഗ് മൈ ഓൺ ബ്രാൻഡ്, അല്ലെങ്കിൽ ഡോക്യുമെന്റ് ദ ജേർണി ഓഫ് ബിൽഡിംഗ് എ സ്റ്റാർട്ടപ്പ്. നമ്മൾ പലപ്പോഴും നമ്മളെ എപ്പിസോഡുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി കണ്ടന്റ് ഇല്ലേ, കണ്ടന്റ് വരുന്നില്ലേ, ജസ്റ്റ് ഡോക്യുമെന്റ് വാട്ട് യു ആർ ഡൂയിങ്. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്യുമെന്റ് ചെയ്യുക. അപ്പം പലർക്കും ആ ഒരു ജേർണി ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അതേപോലെ ഡോക്യുമെന്റ് ചെയ്ത് 5 ലക്ഷം മന്ത്ലി റവന്യൂ, 5 ലക്ഷം പ്ലസ് മന്ത്ലി റവന്യൂവിൽ റീച്ച് ചെയ്തൊരു ബ്രാൻഡാണ് ഇന്ന് നമ്മളെ കൂടെ ഉള്ളത്. ശരത്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ബ്രാൻഡ് ലവ് വിഷ്. ശരത്തെ പറയ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് എത്തുന്നത്? ഓക്കെ, ഞാൻ എങ്ങനെയാണ് ലവ് വിഷിലോട്ട് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി വേറെ കുറച്ച് ബിസിനസ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് ചെയ്യാന്ന് ശരത്തിന് വയസ്സെത്ര? ഐ എം 20. 20 വയസ്സേ ഉള്ളൂ? അതെ. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 80 കഴിഞ്ഞതോടെ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് ബിസിനസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരുപാട് നാൾ ചെയ്തിട്ടില്ല, ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, അത് നമുക്ക് എത്രത്തോളം സ്കെയിൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നോക്കും, പിന്നെ നമ്മളത് ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ലൈക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള അഖിലേഷിനെ സെലക്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഈ ട്രേഡിങ് അതുപോലെ തന്നെ ബിസിനസ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഇവ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സോ എനിക്കൊരു നല്ലൊരു പാർട്ട്ണർ വേണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇവനെ ചൂസ് ചെയ്തു. ആൻഡ് ഞാൻ ഭയങ്കര പ്രൊക്കാസ്റ്റിനേഷൻ അടിച്ചിരിക്കുന്ന ആളാണ്. എനിക്ക് ഐഡിയാസ് മാത്രമേ വരത്തുള്ളൂ, എനിക്കത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഡിലേ ചെയ്യും, എക്സിക്യൂഷൻ. അതെ. പക്ഷെ അഖിലേഷ് ആ കാര്യത്തിൽ ബെറ്ററാണ്. സോ ഞാൻ അവനെ കണക്ട് ചെയ്തു, ദെൻ നമ്മൾ ചെയ്തു. നമ്മൾ ഞാനൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ അപ്പോൾ 90 ആണെന്ന് തോന്നുന്നു. സോ എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഇത് കിട്ടിയില്ല.
നമ്മൾ ഐഡിയ പിച്ച് അപ്രൂവൽ കിട്ടിയില്ല. അങ്ങനെ തന്നെയായിരുന്നു സംസാരിച്ചത്. ചെക്കന്മാര് ലൈക്ക് ഹോസ്പിറ്റലാണല്ലോ, നമ്മൾ അത്രയും ഇത് കീപ്പ് ചെയ്യണം. സോ നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് ഞാൻ ചോദിച്ചത്. സോ നമുക്ക് അതെല്ലാം കൂടെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു എന്തേലും ഒന്ന് ചെയ്യണം എന്നുള്ളൊരു വാശി വന്നു. ഹോസ്പിറ്റലിൽ ഫുഡ് സപ്ലൈ ചെയ്യാൻ ആടെ കഫേ നടത്തുക. കഫേ നടത്തല്ല, ഇപ്പോൾ ഒരുപാട് ലോങ് നിന്നൊക്കെ വന്നിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് സ്റ്റേ അടിക്കുന്നവരുണ്ട്. സോ ഇവർക്ക് ഇനി അവർ കൂടുതലും ഹോട്ടലിൽ നിന്ന് ഫുഡ് പ്രിഫർ ചെയ്യില്ല. സോ അവർ വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്തിട്ട് ഈ പേഷ്യന്റിന് വേണ്ടി കൊണ്ടുവരണം. അതെ, ഇതെല്ലാം ബുദ്ധിമുട്ടാണ്. സോ ഇവിടെ നമുക്ക് അവർക്ക് വേണ്ട ഫുഡ് നമുക്ക് സപ്ലൈ ചെയ്യാന്നുള്ള രീതിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഹോസ്പിറ്റലിൽ നോർമലി ക്യാൻറ്റീൻ ഉണ്ടാവില്ലേ? ഹോസ്പിറ്റലിൽ ക്യാൻറ്റീൻ ഉണ്ടാവും, കുറഞ്ഞ റേറ്റിൽ ചെയ്യുന്നുണ്ടാവും. ബട്ട് ഈ ബൈസ്റ്റാൻഡർക്കും അവർക്കും ലൈക്ക് എല്ലാവർക്കും ഒരു ബെറ്റർ ഫുഡ്, നല്ലൊരു ഫുഡ് കൊടുക്കുക എന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്ത് നമ്മൾ ഐഡിയ ജസ്റ്റ് പിച്ച് ചെയ്തു. അവർ പറ്റില്ല എന്ന് പറഞ്ഞു. സോ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു വിഷമായി. ഇപ്പം നമുക്ക് ആലോചിക്കുമ്പോൾ വരുന്നുണ്ട്, ബട്ട് നമുക്ക് അപ്പോൾ ഭയങ്കരമായിട്ട് വിഷമായി. ആൻഡ് അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞിട്ടാണ് ഈ ഒരു ലവ് വിഷ് എന്നുള്ളൊരു ബ്രാൻഡിലോട്ട് എത്തിയത്. സോ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. സോ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കായിരുന്നു, ഇതുപോലെ ബ്രാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കായിരുന്നു. ആൻഡ് അപ്പോഴാണ് ഞാൻ പ്രഗ്നൻറ്റ് വുമൻസിന് ഒരു സർവീസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ നമുക്ക് സ്കെയിലിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. പ്രഗ്നന്റ് മോംസ് എന്ത് സർവീസ് ബേസ്? അതായത് ഇപ്പോൾ അവർ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുമല്ലോ. സോ അപ്പം മുതൽ അവരുടെ ആ ഒരു ഡെലിവറി കഴിയുന്നവരെയും അവർക്ക് എന്തൊക്കെ സപ്ലിമെന്റ്സ് ആയിരിക്കും വേണ്ടത്, അതുപോലെ തന്നെ അവർക്ക് മെന്റലി ആണെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ ആവും. സോ അവിടെ കെയർ ചെയ്യാനോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തു. പക്ഷെ നമ്മുടെ സ്കെയിലബിലിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ പറയാ, ലൈക്ക് ഒരു വുമൺ മാക്സിമം 2 times ആയിരിക്കും ഈ ഒരു ജനറേഷനിൽ പ്രഗ്നന്റ് ആവുക. സോ നമുക്കതൊരു ഇതുണ്ടാവില്ല. അതുപോലെ തന്നെ എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു എന്തെങ്കിലും കണ്ടിന്യൂസ് റിപ്പീറ്റേറ്റീവ് പർച്ചേസ് വരൂല, എല്ലാ പ്രാവശ്യം പുതിയ കസ്റ്റമേഴ്സ്. നിങ്ങളെ ഓൺലൈൻ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ 50-ൽ പരം എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പലരും നമ്മളടുത്ത് ഹെൽപ്പ് ചോദിച്ചു വരാറുണ്ട്. ഇപ്പം അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെയുള്ള യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ ഉണ്ട്, അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. സോ നൗ ബാക്ക് ടു ദ ഷോ. സോ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എന്തെങ്കിലും വുമൻസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് വുമൻസിന് വേണ്ടി എന്താ ചെയ്യണം? വുമൻസിന് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മളെക്കാൾ കൂടുതൽ ഒരു പർച്ചേസിംഗ് ടെൻഡൻസി ഉള്ളത് വുമൻസിനാണ്. അവരുടെ ബുദ്ധി അല്ലേ? അതെ. സോ അങ്ങനെയാണെന്ന് ഞാൻ അതിലോട്ട് പോയത്. സോ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിട്ടാണ് ഈ ഒരു പീരിയഡ്സിലോട്ട് എത്തിയത്. സോ പീരിയഡ്സിലോട്ട് എത്തിയ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, ലൈക്ക് എന്തൊക്കെയാണ് പ്രോബ്ലംസ് വരുന്നത്. എങ്ങനെ നോക്കുന്ന സമയത്ത് ലൈക്ക് ഇപ്പോൾ 10 പ്രോബ്ലംസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ പ്രോബ്ലത്തിനും കൂടെ ഒരു സൊല്യൂഷൻ ആയിട്ട് വലിയ ഇപ്പോൾ കറന്റ് ഉള്ള വലിയ കമ്പനീസ് കൊടുക്കുന്നത് ജസ്റ്റ് സാനിറ്ററി പാഡ്സ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ അപ്പോൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ആരുമില്ല. നമ്മൾ ChatGPT, ഗൂഗിളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തത്. അതുമാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇൻട്രോവേർട്സ് ആയിരുന്നു ആ സമയത്ത്. നമുക്ക് ആരുടെ സംസാരിക്കാൻ പറ്റൂല. പറ്റിയ പണിയാ ചെയ്തോണ്ടിരിക്കണേ. അല്ല, അങ്ങനെ ആയിരുന്നു. സോ എന്ത് ചെയ്യണം നമുക്കറിയത്തില്ല. സോ അങ്ങനെയാണ് ഞാൻ അറൗണ്ട് 2 to 3 ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രമേ ഈ കാര്യം പറഞ്ഞിട്ടുള്ളൂ. വേറെ ആർക്കും ഞങ്ങളിങ്ങനെ തുടങ്ങുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം അറിയത്തില്ല. ആൻഡ് ഗേൾസിൻ്റെ അടുത്ത് ഈ കാര്യം ചോദിക്കാനും ആ സമയത്ത് ഭയങ്കര മടിയായിരുന്നു. സോ എൻ്റെ ഈ ഫ്രണ്ട് ത്രൂ തന്നെയാണ് ഞങ്ങൾ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എടുത്ത്. സോ അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നൊരു പ്രോബ്ലമാണ് ഈ പെട്ടെന്നുള്ള പീരിയഡ്സ് ആവുക എന്നുള്ളൊരിത്. ലൈക്ക് മേ ബി സ്കൂളിലായിരിക്കുമ്പോഴായിരിക്കും പീരിയഡ്സ് ആവുക, ഓർ കോളേജ്, ഓർ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സമയത്തായിരിക്കും പീരിയഡ്സ് ആവുക. സോ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും പാഡ് പോക്കറ്റിലിട്ട് നടക്കാമെന്ന് വെച്ചാൽ ഒട്ടും ഇതായിട്ടുള്ള കാര്യമല്ല. സോ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഞങ്ങൾ ഫൈൻഡ് ചെയ്തു. ദെൻ ഈ ഒരു പ്രോബ്ലം മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിലൂടെ അവരുടെ പീരിയഡ്സിന്റെ ഓൾ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെയാണ് നമ്മൾ ഈ ലവിഷ് എന്നുള്ള ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തതും ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതും. അപ്പോൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളെ പ്രൊഡക്റ്റിന് വാട്ട് ഈസ് ഡിഫറെന്റ് ഫ്രം ഇൻ യുവർ പ്രൊഡക്റ്റ്? ഓക്കെ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഗേളിന് പീരിയഡ്സ് ആയി കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആൻസൈറ്റി ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ബ്ലഡ് ആയി കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല രീതിക്ക് സ്റ്റെയിൻ ആവും, നമുക്ക് ജസ്റ്റ് വെള്ളം തൊട്ട് തുടച്ചൊന്നും പോകത്തില്ല. ആൻഡ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ക്രാംസ് ഉണ്ടാവും. ഇത് മാത്രമല്ല, ഇത് ജസ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ള വേറെയും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. സോ ഇത്രയും പ്രോബ്ലംസ് ഉണ്ട്. സോ ഇതിന് പെർഫെക്റ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ ആരും കൊടുക്കുന്നില്ല. സോ ആ ഒരു സമയത്ത് ആ ഒരു ഗ്യാപ്പിലാണ് ഞങ്ങളിപ്പോൾ കയറിയിട്ടുള്ളത്. സോ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് സാനിറ്ററി പാഡ്സ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സാനിറ്ററി പാഡ് നമ്മൾ കൊടുക്കുന്ന ഒരു പൗച്ചിലാക്കിയിട്ട് കൊടുക്കുന്നത്, ലൈക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിക്കാണ് കൊടുക്കുന്നത്. ഈ ഒരു പൗച്ചിനകത്ത് അതിനായിട്ട് ഡിസ്പോസൽ ബാഗ് ഉണ്ട്. ഇപ്പോൾ എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും പാഡ് ചേഞ്ച് ചെയ്തിട്ടാണെങ്കിലും ഇവർക്ക് ഈ ഡിസ്പോസൽ ബാഗിൽ വെച്ചിട്ട് നമ്മുടെ പോക്കറ്റിലോ ബാഗിലോ എവിടെ വേണേലും വെക്കാം. ലൈക്ക് ബ്ലഡ് ഓർ സ്മെൽ ഒന്നും പുറത്ത് വരത്തില്ല. നമുക്ക് വേണ്ട എവിടെയാണോ നമുക്ക് ഡിസ്പോസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് ഡിസ്പോസ് ചെയ്യാം സേഫ് ആയിട്ട്. ആൻഡ് നമ്മൾ ഇതിൽ ഡാർക്ക് ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡാർക്ക് ചോക്ലേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് മൂഡ് സ്വിങ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഡാർക്ക് ചോക്ലേറ്റ്. സോ നമുക്ക് അവിടെ നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തു.
പിന്നെ നമ്മൾ ഇതിൽ ടോയ്ലറ്റ് ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലല്ല, നമ്മൾ പുറത്ത് ഏതൊരു ടോയ്ലറ്റിൽ പോയാലും അവിടെ പ്രോപ്പറായിട്ട് നമുക്ക് അവിടെ ഹൈജീൻ ഒരു ഇത് മീറ്റ് ചെയ്യാനായിട്ട് പറ്റൂല. സോ നമ്മൾ ഈ ടോയ്ലറ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടോയ്ലറ്റ് ഷീറ്റ് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ടിഷ്യൂ പേപ്പേഴ്സ് വെച്ചിട്ടുണ്ട് നോർമലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബേസിക്കലി നിങ്ങളൊരു കിറ്റ് ആണ് കൊടുക്കുന്നത്. നമ്മളൊരു പാഡ് മാത്രമല്ല, നമ്മളൊരു പാഡ് മാത്രമല്ല, നമ്മളൊരു കിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്, ലൈക്ക് സ്റ്റെയിൻ റിമൂവർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇൻ കേസ് ഇപ്പോൾ സ്കൂളിലാണെന്ന് വിചാരിക്കുക, ലൈക്ക് ഈ പീരിയഡ്സ് ആയിട്ട് ഇവരുടെ യൂണിഫോമിൽ ബ്ലഡ് ആയി. സോ ഇതൊരു ഗേളിന് സംഭവിക്കാന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തായാലും നല്ല രീതിക്ക് ട്രോമ അടിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള സ്റ്റെയിൻ റിമൂവർ യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 1 മിനിറ്റ് കൊണ്ട് തന്നെ ആ സ്റ്റെയിൻ ഫുള്ള് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കറന്റ് കിറ്റിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ബേസിക്കലി നിങ്ങളൊരു ലാർജ് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്താണ് നിങ്ങൾ കിറ്റ് ത്രൂ. അതെ. കാരണം അത് മൊത്തത്തിൽ സോൾവ് ചെയ്യുന്ന ഒരു ടീം ഇപ്പൊ ഇല്ല, കറന്റ് ഇല്ല. ഇപ്പൊ നമ്മൾ മാത്രമാണ്. ഓക്കെ. ഇനി കമ്മിങ് ടു കണ്ടന്റ് ക്രിയേഷൻ ആണല്ലോ നിങ്ങൾ എന്താ പറയാ ക്രാക്ക് ചെയ്തത്. അതെ. എങ്ങനെയാണ് ആ ഫസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തെന്നു, അതിന്റെ ബാക്കോട്ടുള്ള സ്റ്റോറി എനിക്ക് അറിയണം. എന്തുകൊണ്ട് കണ്ടന്റ് ക്രിയേഷന് എങ്ങനെ അതിന്റെ അകത്തേക്ക് എത്തി? ശരിക്കും ഈ ഒരു കണ്ടന്റ് ക്രിയേഷനിലോട്ട് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ എൻ്റെ ഒരു 10th തൊട്ടുള്ള എൻ്റെ ലൈഫ് ടോട്ടലി പറയേണ്ടി വരും. ഓക്കെ. സോ ഞാൻ ജസ്റ്റ് കുറെ ഫ്ലാഷ് ബാക്ക് അടിക്കണം. കുറെ ഫ്ലാഷ് ബാക്ക് അടിക്കണം. പിന്നെ നമ്മളെ ഇതിന്റെ അകത്ത് ഫ്ലാഷ് ബാക്ക് ഇട്ടേക്കണ്ടി. ഓക്കെ. അപ്പോൾ ഞാൻ 10th വരെയും ഒരു ആവറേജ് സ്റ്റുഡൻറ്റാണ്. ജസ്റ്റ് നോർമലി സ്കൂളിൽ പോകുന്നു, ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്, ഫുട്ബോൾ കളിക്കുന്നു, ഗെയിം കളിക്കുന്നു. ഇത് മാത്രമായിരുന്നു എൻ്റെ ലൈഫിൽ. ഫ്രീ ഫയർ, ഫോണിൽ കളിക്കുന്നു. ഇത് മാത്രമായിരുന്നു. ഞാനൊക്കെ പണ്ട് സൂപ്പർ മരിയ കളിച്ച ടീമിൽ പെട്ടു. ഓക്കെ. ഈ ഒരു 3 കാര്യം മാത്രമേ എൻ്റെ ലൈഫിൽ നടക്കുന്നുള്ളൂ. പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നതൊക്കെ ഉള്ളൂ. സോ കോവിഡ് ഒക്കെ വന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ കണ്ടക്ടറാണ്, ബസ് കണ്ടക്ടറാണ്. സോ ബസ്സിന്റെ അവസ്ഥയൊക്കെ അത്യാവശ്യം മോശമായപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? അച്ഛനെ പ്രത്യേകിച്ച് ബിസിനസിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അച്ഛൻ്റെ പ്ലാനിങ്ങിൽ അച്ഛനൊരു ഗ്രോസറി ഷോപ്പ് തുടങ്ങി. കയ്യിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രോപ്പർട്ടി വെച്ചിട്ടും ഗോൾഡ് വെച്ചിട്ടും ലോൺ എടുത്തിട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ എനിക്ക് അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഒന്നും നോക്കത്തില്ലല്ലോ. സോ അച്ഛൻ പ്രോപ്പറായിട്ടുള്ള ലൊക്കേഷൻ ചൂസ് ചെയ്തിട്ടില്ല, അവിടെ അടുത്ത് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടോ ചൂസ് ചെയ്തിട്ട് ഒന്നും നോക്കിയിട്ടില്ല. ജസ്റ്റ് പോയി സ്റ്റാർട്ട് ചെയ്തു. ഒരു 1 മന്ത് 2 മന്ത് കഴിഞ്ഞതും ഫുള്ള് ഫ്ലോപ്പായി. കാരണം സെയിൽസ് നടക്കുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ സൈഡാണെന്നുണ്ടെങ്കിൽ അവിടെ ലോൺ കാര്യങ്ങളൊക്കെ പേ ചെയ്യണം. ആകെ വീട്ടിലോട്ട് ഈ റവന്യൂ മാത്രമേ ഉള്ളൂ. സാധനം എക്സ്പയർ ആവും. സോ ടോട്ടലി പ്രശ്നങ്ങളായി. അതുവരെയും നമ്മുടെ വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നവരെല്ലാവരും, ഞാൻ ആരുടെയും ഫേസിങ്ങിന് ഡള്ളായിട്ട് കണ്ടിട്ടില്ല. സോ ഇതിന് ശേഷം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. ലൈക്ക് അമ്മ ഒരു സൈഡിൽ ഇരുന്ന് കരയുന്നു. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആയി. അതായത് വീട്ടിനകത്ത് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി. അപ്പൊ എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കഴിവില്ല. എനിക്ക് ആകെ ഗെയിം കളിക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഗെയിം മോണിറ്റൈസ് ചെയ്തുകൂടാന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വേറെ കുറെ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, സോ എന്തുകൊണ്ട് യൂട്യൂബ് ചെയ്തുകൂടാന്ന് വെച്ചിട്ട് ഞാൻ എന്റെ ഫ്രണ്ട് കൂടെ യൂട്യൂബ് ചാനൽ ഗെയിം സ്ട്രീം ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് സ്ട്രീം ചെയ്തില്ല, കാരണം എന്താണ് എനിക്കൊന്നും അറിയത്തില്ല. ജസ്റ്റ് ഒരു ഫ്രഷ് മൈൻഡ്, എനിക്കൊന്നും അറിയത്തില്ല. വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യണം ഒന്നും അറിയത്തില്ല. ജസ്റ്റ് കൈൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തു. അതിന്റെ വാട്ടർമാർക്ക് കൂടെ തന്നെ എന്തൊക്കെയൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത് എല്ലാരും പോലെ 2 വ്യൂസ് 3 വ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. ദെൻ എനിക്ക് തോന്നി ലൈക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യാം, കുറച്ച് ചെറിയൊരു കണ്ടന്റിൽ ചെയ്യാന്ന് വെച്ചിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്തു. ഒരു കാര്യമില്ല, അറൗണ്ട് ഞാൻ 300 വീഡിയോസ് പ്ലസ് ഒരു പ്രത്യേകിച്ച് ഒരു റീച്ചും ഇല്ലാതെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പഠിക്കുകയായിരുന്നില്ലേ? അങ്ങനെ പക്ഷെ എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു എൻ്റെ എല്ലാം. പിന്നെ സ്ട്രീമിങ് അപ്പോൾ നമുക്കിങ്ങനെ ഈ ഗെയിമിനകത്ത് തന്നെ ഒരു ഗിൽഡ് ഉണ്ട്, ലൈക്ക് ഒരു ക്ലാൻ ബേസ്ഡ് ആയിട്ടുണ്ട്. സോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാർ നടക്കാറുണ്ട്. സോ കേരളത്തിൽ തന്നെ 2 ടോപ്പ് ഗിൽഡുകൾ വാർ വയ്ക്കുന്ന സമയത്ത് ടീമാണോ? നമുക്ക് ടീം എന്ന് പറയാം. 2 ടീംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ അടുത്ത് സ്ട്രീം ചെയ്യാൻ പറഞ്ഞു. ഞാൻ സ്ട്രീം ചെയ്യാൻ KMC എന്ന് പറയും. പിന്നെ KKL അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്ക് പ്രോപ്പറായിട്ട് ഓർമ്മയില്ല. KMC ആണ് കുറച്ച് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീം. അപ്പൊ ഈ ഈഗിൾ ഗെയിമിംഗ് ഒക്കെ എന്താണ്? അല്ല, ഇവര് പബ്ജി ആണ്, ഫ്രീ ഫയർ ആണ്. അത് വേറെ ഗെയിമാണ്. സോ ഈ KKL vs KMC ചെയ്തോണ്ടിരിക്കുക. സോ എന്റെ അടുത്ത് സ്ട്രീം ചെയ്യാൻ പറഞ്ഞു. ഞാൻ സ്ട്രീമിങ്ങിൽ പോയി. പക്ഷെ എന്താ പറയാ, ലൈക്ക് ഒരുപാട് പേര് സ്ട്രീം ചെയ്യുന്നുണ്ട്. എനിക്കൊരു ഓപ്ഷൻ കിട്ടി വാച്ച് ചെയ്തിട്ട് സ്ട്രീം ചെയ്യാൻ പറ്റുന്ന. പക്ഷെ ഞാൻ സ്ട്രീം ചെയ്യാൻ പോയി. ഞാൻ ഐഡിയ സിം വെച്ചിട്ടാണ് സ്ട്രീം ചെയ്തത്. അതിങ്ങനെ ഫുള്ള് ബഫറായി. പക്ഷെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. ഫുള്ള് ബഫറിങ് ആയിരുന്നു, ഫുള്ള് ഇഷ്യൂസ് ആയിരുന്നു. സോ എനിക്ക് എൻ്റെ വീട്ടിനകത്ത് നിന്ന് ലൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പുറത്ത് പോകുമ്പോൾ മഴയൊക്കെ വരും. സോ ഞാൻ ആ സമയത്ത് ഇങ്ങനെ കൊടയൊക്കെ പിടിച്ചിട്ടൊക്കെ ലൈവ് ചെയ്യും. സോ അപ്പൊ അത് അച്ഛൻ കണ്ടിട്ട്, സോ ആ ഒരു സമയത്ത് ക്യാഷ് ഇല്ലാതെ പോലെ എനിക്ക് വൈഫൈ ഒക്കെ സെറ്റ് ചെയ്ത് തന്നു. അപ്പൊ എനിക്കിങ്ങനെ പമ്പായി, ലൈക്ക് എന്തേലും ഒന്ന് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ഇതായി. പിന്നെ ഞാൻ അങ്ങോട്ട് മാക്സിമം എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒന്നും വർക്ക് ആവുന്നില്ല. അറൗണ്ട് ഒരു 350+ വീഡിയോസ് ആയി.
പിന്നെ ഞാൻ ജസ്റ്റ് നോക്കി, എല്ലാവരെയും ജസ്റ്റ് അനലൈസ് ചെയ്തു. ആരും ചെയ്യാത്തൊരു കണ്ടന്റ് നോക്കിയിട്ട് ഗെയിമിന്റെ ഫാക്ട്സ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഫാക്ട്സ് മീൻസ് ഇപ്പൊ ഗെയിമിൽ എന്താ പറയാ, നമ്മുടെ ഓരോ കാര്യത്തിലൊരു ഫാക്ട്സ് ഉണ്ടാവുമല്ലോ, ലൈക്ക് അറിയാത്ത മിത്തുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഇടാൻ തുടങ്ങി. ഞാൻ ജസ്റ്റ് റിയാക്ഷൻ പോലെയാണോ ചെയ്തത്? റിയാക്ഷൻ പോലെയല്ല. ഇപ്പോൾ നമ്മുടെ ഇപ്പൊ ഗെയിം ഉണ്ട്. സോ ഈ ഗെയിമിനകത്ത് ഓരോരോ സ്ഥലത്ത് ചിലപ്പോൾ എന്തെങ്കിലും മിത്തുകൾ ഉണ്ടാവും, ലൈക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ക്യാരക്ടറിന്റെ ബാക്കിൽ ഒരു സ്റ്റോറി ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. സോ ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. ഫസ്റ്റ് അങ്ങനെ ഇടാൻ തുടങ്ങി. ഫസ്റ്റ് വീഡിയോ തന്നെ അറൗണ്ട് 4 million+ വ്യൂസ് കയറി യൂട്യൂബ് ഷോർട്സിൽ. പിന്നെ ഞാൻ അങ്ങോട്ട് അത് റിലേറ്റഡ് ആയിട്ട് എനിക്ക് മൈൻഡ് ആയല്ലോ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ഇടാൻ തുടങ്ങി. വിത്തിൻ 6 months കൊണ്ട് തന്നെ ഞാനൊരു 1.5 lakh+ സബ്സ്ക്രൈബേഴ്സ് ആക്കി. വെരി നൈസ്. പക്ഷേ ആ ഒരു നിഷ് കണ്ടുപിടിച്ച്, അതെ, ലൈക്ക് എന്താണ് ബാക്കിയുള്ളവർ ചെയ്യാത്ത, എന്ത് സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും, അതെ, അത് കണ്ടുപിടിച്ച് അതിലോട്ട് ഇടാൻ തുടങ്ങി. ദെൻ ഞാനൊരു ഫസ്റ്റ് ഒരു 1 year കൊണ്ട് തന്നെ ലൈക്ക് ഞാൻ അറൗണ്ട് ഒരു 3 lakh+ സബ്സ്ക്രൈബേഴ്സ് ആക്കി. എനിക്ക് മാക്സിമം എൻ്റെ അച്ഛൻ്റെ ഫുൾ ഡെപ്റ്റ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. പോയതെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റി. വെരി ഗുഡ്. പിന്നെ ആ ഒരു സമയത്തായിരുന്നു അത്. കുറച്ചുകൂടെ മുന്നേ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിഗ്രിക്ക് പോകാൻ നിൽക്കുമായിരുന്നു. ലൈക്ക് എൻ്റെ 12th കഴിഞ്ഞിട്ട് ഡിഗ്രി എടുക്കാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഓൾറെഡി എൻ്റെ സിസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അച്ഛന് എന്റെയും കൂടെ ഇത് നോക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ഈ ബിസിനസ് പൊട്ടിയ സമയത്ത്. അപ്പൊ അച്ഛൻ തിരിച്ച് കണ്ടക്ടർ പണിക്ക് കയറിയോ? ഇല്ല, അതായത് കണ്ടക്ടർ പണിക്ക് പോയായിരുന്നു. ബട്ട് അച്ഛൻ ആ ഒരു സമയത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഇങ്ങനെ പെട്ട് കിടക്കാണ്, എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കണം. സോ ഞാൻ അന്ന് പഠിക്കണം എന്ന് പറഞ്ഞാണെങ്കിൽ അച്ഛൻ എന്നെ ലോൺ എടുത്തിട്ടാണ് പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ വേണ്ടിയിരുന്നു. അപ്പൊ ഞാനൊരു 1 year എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തതാ. സോ ഈ ഒരു 1 year കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു ലെങ്ത്തിലോട്ട് എത്തി, ഫുള്ള് ക്ലിയർ ചെയ്ത് വീണ്ടും പഴയ പോലെ ആയി. പിന്നെ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഡിഗ്രി എടുക്കാനും MBA എടുക്കാനായിട്ടുള്ള ഫണ്ട് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തു. അപ്പൊ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എല്ലാരും പോലെ ഡിഗ്രി MBA എടുത്തിട്ട് ഒരു ജോബിന് കയറണോ, ഓർ ഈ ഒരു ഏജിൽ എന്തെങ്കിലും റിസ്ക് എടുത്തിട്ട്, ബിക്കോസ് എനിക്കറിയായിരുന്നു ദേ ഡിസേർവ് ബെറ്റർ, അവർക്ക് എന്തെങ്കിലും ഒരു ബെറ്റർ ലൈഫ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, നിനക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ നീ അങ്ങനെ ചെയ്തോ, ലൈക്ക് അതിന്റെ കൂടെ തന്നെ ഡിഗ്രി ഒരു ഇതായിട്ട് എടുക്കാൻ പറഞ്ഞു. ഡിസ്റ്റന്റ് ആയിട്ട് എടുത്തു. പിന്നെ ഞാനങ്ങനെ അപ്പോഴാണ് ഞാൻ ശരിക്കും എന്താണ് ബിസിനസ്, എന്താണ് സ്റ്റാർട്ടപ്പ് എന്നുള്ളത് പോലും ഞാൻ അപ്പോഴാണ് പഠിക്കുന്നത്. എന്തേലും വലുതായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആദ്യം ചാടുക, പിന്നെ പോണ വഴിക്ക് പ്ലെയിൻ ഉണ്ടാക്കുക. അതെ, അങ്ങനെ ആയിരുന്നു പ്ലാനിങ്. പിന്നെ നമ്മൾ അതേക്കുറിച്ച് പഠിച്ച്, എന്താണ് പ്രോബ്ലം എന്ന് പഠിച്ച്, ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിരിക്കും ബിസിനസ് എന്ന് പഠിച്ച്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ലവ്വിഷിലോട്ട് എത്തിയത്. സോ എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു കണ്ടന്റ് ക്രിയേഷന്റെ ഒരു സ്കില്ല് ഉള്ളതുകൊണ്ട് അതെന്തുകൊണ്ട് ഇവിടെയും കൂടെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്തുകൂടാന്ന് എനിക്ക് തോന്നി. അതിന്റെ മുമ്പ് ഒന്ന് ഞാൻ ഫ്ലാഷ് ബാക്ക് അടിക്കുന്നുണ്ട്. യൂട്യൂബില് അറ്റ് യുവർ ഹയസ്റ്റ് പോയിന്റ് എത്ര മന്ത്ലി റവന്യൂ ഉണ്ടാക്കണം, എങ്ങനെയൊക്കെയായിരുന്നു യൂട്യൂബിൽ മോണിറ്റൈസേഷൻ? ഓക്കെ, എനിക്കൊരു കമ്പനി ഉണ്ടായിരുന്നു സ്പോൺസർഷിപ്പ് ചെയ്യാനായിട്ട്, വിൻസോ എന്ന് പറഞ്ഞിട്ട്, ഗെയിമിംഗ് കമ്പനി തന്നെയാണ്. സോ അവർ വന്നിട്ട് എനിക്ക് പറയാനാവുമെന്ന് എനിക്കറിയില്ല, അവർ എനിക്കൊരു ഷോർട്സിന് അറൗണ്ട് ഒരു 75,000+ ഇത് തന്നിട്ടുണ്ട്. കാരണം വ്യൂ ടാർഗറ്റ് ഉണ്ടാവും. എനിക്ക് ആവറേജ് മിനിമം വ്യൂ വന്നിട്ട് 2 lakh ആയിരിക്കും. 2 lakh to ഒരു 1 million ഇടയിലായിരിക്കും. സോ ഞാൻ അവർക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അറൗണ്ട് 45,000+ ഡൗൺലോഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് ആ ഒരു ഇൻസിഡന്റ് നടന്നോടെ പിന്നെ അവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓഫർ ചെയ്യാൻ തുടങ്ങി. അത് പെർ വ്യൂവിനാണ് അവര് പേയ്മെന്റ് ചെയ്യുക? പെർ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പാർട്ട്ണർഷിപ്പ് മോഡൽ ഉണ്ട്. ലൈക്ക് ഇപ്പൊ ഒരു മന്ത്ലി അവർക്ക് 4 വീഡിയോ ചെയ്ത് കൊടുക്കണം, അങ്ങനെ ഒരു മോഡൽ. 4 ഷോർട്സ് അവര് കൂടുതൽ പ്രിഫർ ചെയ്യുക ഷോർട്സ് ആണ്, കാരണം അതിനോട് കൂടുതൽ വ്യൂസ് ഉണ്ടാവുക. കറക്റ്റ്. സോ അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. സോ ഞാനതിൽ 2 ലക്ഷം വ്യൂസിൽ ഒരു വീഡിയോ ചെയ്താൽ ഏകദേശം ഒരു 75,000 തൊട്ട് 1 ലക്ഷം വരെ കിട്ടും. അത് തരും. അതിന് പോരായത് ലൈക്ക് നമ്മൾ ഡൗൺലോഡ്സ് കൊടുക്കുന്നുണ്ടല്ലോ, സോ ഡൗൺലോഡ്സിന്റെ ഒരു കമ്മീഷനും കൂടെ നമുക്ക് തരും. പക്ഷെ അത് ഡൗൺലോഡ്സ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. ഡൗൺലോഡ്സ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? അവർ നമുക്കൊരു പാനൽ തരും. അത് വെച്ചിട്ട് എത്ര ഡൗൺലോഡ്സ്? അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനത് ഒരു മന്ത് തന്നെ ഞാൻ അറൗണ്ട് 2 ഒക്കെ തന്നെ ചെയ്യത്തുള്ളൂ. കാരണം കൂടുതൽ പ്രൊമോഷൻ ചെയ്യുന്നതോറും നമ്മുടെ ഫോളോവേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ 2 lakhs വരെ, അല്ലെങ്കിൽ 2 പ്രൊമോഷനേ ചെയ്യുള്ളൂ? ഞാൻ മാക്സിമം 2 പ്രൊമോഷനെ ചെയ്യത്തുള്ളൂ. ഓക്കെ, മാസത്തില്. അപ്പൊ എത്ര കണ്ടന്റ് നോർമലി റിലീസ് ചെയ്യും? ഞാൻ മാക്സിമം ഡെയിലി ഷോർട്സ് ഇടാറുണ്ട്. അതിന് 30 ദിവസത്തിൽ 30 കണ്ടന്റില് രണ്ടെണ്ണേ ചെയ്യുള്ളൂ. കാരണം ഞാൻ ഫുള്ളി യൂട്യൂബിന് ഇറങ്ങിയേക്കാണല്ലോ. സോ ഞാൻ രാവിലെ എണീക്കുന്നു, വീഡിയോസ് ചെയ്യുന്നു, ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു പ്ലാനിങ്. അപ്പൊ ലെസ് ദാൻ 2% ആണ് നിങ്ങൾ സ്പോൺസേർഡ് സാധനം ചെയ്യുക? അതെ, സ്പോൺസേർഡ് ആയിട്ട് അങ്ങനെ ചെയ്യുക. പിന്നെ യൂട്യൂബിന്റെ ഒരു പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഗെയിമാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോയുടെ ക്ലിപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് ഇതുണ്ടല്ലോ നമ്മുടെ സോങ് കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് റവന്യൂ കിട്ടത്തില്ല, പകുതിയും യൂട്യൂബ് കൊണ്ടുപോകും. അതുപോലെ തന്നെ
ഷോർട്സിൽ പ്രത്യേകിച്ച് റവന്യൂ ഇല്ല, ഫുൾ വീഡിയോക്ക് മാത്രമേ റവന്യൂ ഉണ്ടാകും. Correct. സോ എനിക്ക് ഫുൾ വീഡിയോന്റെ ഏകദേശം വ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50,000 താഴെ അല്ലെങ്കിൽ ഒരു 50,000 റേഞ്ച് വരും. സോ ഗെയിമിംഗ് ആയതോടെ തന്നെ അവിടെ റവന്യൂ കുറച്ച് കുറവായിരിക്കും. ലൈക്ക് യൂട്യൂബിൽ ഫാമിലി വ്ളോഗേഴ്സിനാണ് ഭയങ്കര റവന്യൂ, ഗെയിമേഴ്സിന് അത്രയും റവന്യൂ കിട്ടത്തില്ല. അപ്പൊ ബേസിക്കലി ഈ പിന്നെ സ്പോൺസറും ഉണ്ടായിരുന്നു, യൂട്യൂബിന്റെ റവന്യൂ യൂട്യൂബ് റവന്യൂ ഞാൻ അങ്ങനെ നോക്കാറില്ല, കാരണം അവിടെ വലിയ ഇതുണ്ടാവില്ല. പക്ഷെ എന്നാലും യൂട്യൂബ് റവന്യൂ എന്തുണ്ട്? പക്ഷെ നിങ്ങൾക്ക് നോർമൽ വീഡിയോസ് ചെയ്യില്ലല്ലേ, ഷോർട്സ് മാത്രമേ ഇത് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോ ഒരു ദിവസം ഷോർട്സ് ആണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് ഒരു ഷോർട്സും ഒരു നോർമൽ വീഡിയോയും ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്, 2 ടൈം. അപ്പൊ യൂട്യൂബ് റവന്യൂ എത്ര ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു ഹയസ്റ്റ് പോയിന്റിൽ? എനിക്ക് 1 മന്ത് ഏറ്റവും ഹൈ കിട്ടിയത് അറൌണ്ട് 45,000 ആണെന്ന് തോന്നുന്നു. 45,000 ആ ഒരു മന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഹൈക്ക് ഉണ്ടായിരുന്നത്. പിന്നെ നോർമലായിട്ട് കുറഞ്ഞു തന്നെ വന്നത്. എത്ര ഒരു ആവറേജ് പറയുമോ? എമൗണ്ട് ആണോ? എമൗണ്ട് ഒരു നമുക്ക് മാക്സിമം $100 ആണ് പേ ഔട്ട് എടുക്കാൻ പറ്റുക. എനിക്കൊരു 151 ഒരു 200-നകത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 200 പറഞ്ഞാൽ ഒരു 15,000-16,000 അങ്ങനെ ഉണ്ടാവും. ഓക്കെ, ആ ഒരു റേഞ്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ. അതിന്റെ ഇടക്ക് എനിക്ക് ഒന്നും കൂടി ചോദിക്കാനുള്ളത്, ഈ സ്പോൺസർ എങ്ങനെ കിട്ടി? അവര് നമ്മളെ അപ്രോച്ച് ചെയ്യും. നമ്മൾ ജസ്റ്റ് നമ്മൾ കണ്ടന്റ് ഇടുമ്പോ ഓട്ടോമാറ്റിക്കലി അവർ കണ്ടുപിടിച്ചോളാം. അവർ നമ്മുടെ മെയിൽ ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്യും. മനസ്സിലായി. എങ്ങനെയാണെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യും. മനസ്സിലായി. അപ്പൊ അവര് ഇൻബൗണ്ട് വന്നതാണ്. അതെ. ഓക്കെ. അപ്പോൾ ഇത് ഓൾറെഡി എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു 1 to 1.5 lakhs മാസം യൂട്യൂബ് വെച്ച് ഉണ്ടാക്കേണ്ടതെന്ന്. പിന്നെ ഈ ലവ് വിഷിലേക്ക് വരാൻ കാരണം എന്താ? ലവ് വിഷിലോട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതുപോലെ നോർമലി വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് ഒരു ട്രെൻഡിങ് ആയിരുന്നു ഈ നമ്മുടെ ചാനലുകൾ ഹാക്ക് ആവുക എന്നുള്ളൊരു സ്കീം. കാരണം മെയിൻ ആയിട്ട് നമ്മുടെ ഗെയിമേഴ്സിന്റെ ആണ് ആയിക്കൊണ്ടിരുന്നത്. സോ എൻ്റെ ആയിട്ടുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഇതേപോലെ ആയിട്ടുണ്ട്. ഓക്കെ. സോ എൻ്റെ ആയി കഴിഞ്ഞതും ഞാൻ 2 to 3 days കൊണ്ട് ഞാൻ റിക്കവർ ചെയ്തു. കാരണം ഒരുപാട് പേര് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പയ്യനാണ് എല്ലാവർക്കും എടുത്തുകൊണ്ടിരുന്നത്. ഒരു അപ്പെക്സ് എന്തോ ആണ് പേര്, ഓനാണ് എടുത്തോണ്ടിരുന്നത്. ഓക്കെ. സോ അവൻ എന്നെ എനിക്ക് എടുത്തു തന്നു. പക്ഷേ തിരിച്ചെടുത്തു തന്നു. പക്ഷേ അവര് നമ്മളെ ഇന്ന് ഹാക്ക് ചെയ്യത്തില്ലേ? ഹാക്ക് ചെയ്ത ശേഷം അവര് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാസയുടെ വീഡിയോ അല്ലേ, അവിടെ ലൈവായിട്ട് എന്താണ് നടക്കുന്നതെന്നുള്ളത് ഇവിടെ സ്ട്രീം ചെയ്യും. അതുപോലെ തന്നെ ഈ ഫുട്ബോൾ മാച്ചസ് എല്ലാം എൻ്റെ അക്കൗണ്ടിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എനിക്ക് ഓൾറെഡി ഒരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. സോ ഈ വീഡിയോ ത്രൂ 2 സ്ട്രൈക്ക് വന്നു. പക്ഷെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ഇത് നോക്കിയിട്ടുണ്ട്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് റിസ്ട്രിക്ഷൻ വന്നു, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ആവില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്താണ് 4 ദിവസം കൂടെ വാലിഡിറ്റി ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ചാനലിന്. ഈ 4 ദിവസം കഴിഞ്ഞ എൻ്റെ ചാനൽ ടെർമിനേറ്റഡ് ആണ്. എനിക്ക് നാസയ്ക്ക് മെയിൽ അയക്കാൻ പറ്റുമോ, ഇത് എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്താണെന്ന് എനിക്ക് മെയിൽ അയക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, സാധനം കയ്യിൽ നിന്ന് പോയി മനസ്സിലായി. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് വന്ന സാധനം. 300,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അതെ, ഞാൻ ഇത് പോകുന്ന സമയത്ത് എനിക്ക് 4.5 lakh സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ. എനിക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ 2-3 ദിവസമൊക്കെ ഇങ്ങനെ കരഞ്ഞിട്ടൊക്കെ ഇരുന്ന്, എനിക്ക് വേറെ വഴിയില്ല. പിന്നെ മനസ്സിലായി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ആക്ഷൻ എടുത്താൽ എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ ഞാൻ വീണ്ടും യൂട്യൂബിലേക്ക് പോയില്ല. പക്ഷെ അപ്പോഴത്തെ തിരിച്ചു പിടിച്ചപ്പോ പിന്നെ ഏത് ചാനലാണോ? ചാനൽ പോയി, എൻ്റെ ചാനൽ ടെർമിനേറ്റ് ആയി. 4 days കൊണ്ട് എന്റെ ചാനൽ ടെർമിനേറ്റ് ആയി. തിരിച്ചെടുക്കാൻ പറ്റിയില്ല, റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഇനി റിക്കവർ ചെയ്യാൻ പറ്റൂല. ഹാക്കറിന്റെ ഞാൻ റിക്കവർ ചെയ്തേ. യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്താൽ നമുക്ക് വെറുതെ മെയിൽ അയക്കാന്ന് മാത്രമേ ഉള്ളൂ, അവരെന്തായാലും തിരിച്ചെടുത്തില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇനിയും ലൈക്ക് എന്റെ ഒരു വലിയൊരു റവന്യൂ മോഡൽ എന്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞാൻ വീണ്ടും 0 ആയി. പിന്നെ ഞാൻ നേരെ ഇൻസ്റ്റഗ്രാമിലോട്ട് വന്നു. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കുറച്ച് കയറിക്കൊണ്ടിരിക്കുന്ന സമയം ഇൻസ്റ്റയിലോട്ട് വന്ന് ഞാനൊരു 1 month കൊണ്ട് തന്നെ 200,000+ ഫോളോവേഴ്സ് ആക്കി. ഞാൻ ഫുള്ള് കണ്ടന്റ് ചെയ്തു. പക്ഷെ ഇൻസ്റ്റാഗ്രാമില് പൈസ അല്ലല്ലോ. ഇൻസ്റ്റഗ്രാമിൽ പൈസ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ അവിടെ സ്പോൺസേഴ്സ്. കാരണം നമ്മുടെ ഇവിടെ കിട്ടുന്നതിന്റെ ഒരു 10 ഇരട്ടി നമുക്ക് അവിടെ കിട്ടും. യൂട്യൂബിന്റെ ഇതിന്റെ ലൈക്ക് സ്പോൺസർഷിപ്പിന്റെ നമുക്ക് ഇൻസ്റ്റയിൽ അത്രയും കിട്ടും. കാരണം ഞാൻ എന്റെ ഇൻസ്റ്റയില് ഒരു 9M അടിച്ചൊരു വീഡിയോ ഉണ്ട്, 7M അടിച്ചൊരു വീഡിയോ ഉണ്ട്. അങ്ങനെ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് കണ്ടന്റ് സെർച്ച് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്തു. കാരണം എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്താൽ ഇതിൽ കയറുന്നുള്ളത്. ആദ്യത്തെ കുറച്ച് വീഡിയോസ് എപ്പോഴത്തെ പോലെ തന്നെ കുറച്ച് വ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ ഇട്ട് തുടങ്ങി. അത്യാവശ്യം ഒരു 1 month കൊണ്ട് തന്നെ 100K+ ആയി. പിന്നെ ഇപ്പൊ കറന്റ് 250+ ഉണ്ട്, 25+ ഉണ്ട്. ഓക്കെ. സോ അങ്ങനെ ചെയ്ത് ലൈക്ക് ആ ഒരു റവന്യൂ മോഡൽ പോയത് ഞാൻ ഇവിടെ വേറെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത്. പിന്നെ ഞാൻ വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് യൂട്യൂബ് തുടങ്ങി. അതിപ്പോ 35K+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല. ഓക്കെ. പക്ഷെ ഈ ഒരു ഇതിന്റെ അകത്തേക്ക് ഇൻസ്റ്റാഗ്രാമില് ഫോളോവേഴ്സ് കയറാൻ എത്ര സമയം എടുത്ത്? ഞാൻ പറയും 100K ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് വെച്ചേ. അത് ഞാൻ എങ്ങനെ പോയാലും ഒരു 45 daysനകത്ത് ഞാൻ എന്തായാലും 100K അടിച്ചു. എന്നിട്ട് വീണ്ടും ഈ സ്പോൺസറിനെ കോൺടാക്ട് ചെയ്ത് എക്സിസ്റ്റിംഗ് സ്പോൺസർ. അവര് എനിക്ക് ഓൾറെഡി ഇതിൽ കണക്ഷൻ ഉണ്ടായിരുന്നു, വാട്സ്ആപ്പ് ത്രൂ എല്ലാം കണക്ഷൻ ഉണ്ടായിരുന്നു.
സോ ഇൻസ്റ്റയിൽ ഞാനിപ്പോൾ അവരുടെ കൂടുതൽ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇവിടെ എൻ്റെ ടോട്ടലി എൻ്റെ ഓഡിയൻസ് തന്നെ മാറി. സോ നമ്മൾ ചെയ്യുന്ന കാര്യം ഓഡിയൻസിന് കൂടെ ഒരു യൂസ്ഫുൾ ആയിരിക്കണം. കറക്റ്റ്. സോ ഞാൻ അവിടെയും ഗെയിമായിരുന്നു, ആ. ആപ്പും ഗെയിമാണ്. ആ. പക്ഷെ ഇവിടെ ഞാൻ ടെക്കിലോട്ട് വരുമ്പോൾ എനിക്ക് ആപ്പ് വലുതായിട്ടൊരു ഇൻസ്റ്റാഗ്രാമിൽ വേറെ തന്നെ കണ്ടന്റ് ആണ് ചെയ്തത്. അതെ, ഇൻസ്റ്റയിൽ ഞാൻ വേറെ കണ്ടന്റ് ചെയ്ത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സ്പോൺസേഴ്സ്. അപ്പൊ എന്തുകൊണ്ട് ഗെയിമിംഗ് കണ്ടന്റ് തന്നെ ചെയ്തില്ല ഇൻസ്റ്റയില്? അല്ല, ഞാൻ എൻ്റെ അത് കഴിഞ്ഞതോടെ ലൈക്ക് ആ ഗെയിമിന്റെ ഒരു ഗ്രാഫ് താഴാൻ തുടങ്ങി. ഓക്കെ. കാരണം വേറെ വേറെ പുതിയ പുതിയ ഗെയിംസ് വന്നു, PC ഗെയിംസ് വന്നു. ലൈക്ക് ഫ്രീ ഫയർ ഭയങ്കരമായിട്ട് എല്ലാവർക്കും മടുത്തു തുടങ്ങി. അപ്പൊ വീണ്ടും ഫ്രീ ഫയറിലോട്ട് പോയിട്ട് ഫ്രീ ഫയർ ആണ് നിങ്ങൾക്ക് അറിയുന്ന ഗെയിം. എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. സോ ഞാൻ ചെറുപ്പം തൊട്ടേ ഞാൻ കളിക്കുന്ന ഗെയിം അതാണ്. അത് മാത്രമേ അറിയത്തുള്ളൂ. മനസ്സിലായി. അതും എന്റെ ചെറിയൊരു സ്പെക്ക് കുറവായിട്ടുള്ള ഫോണായിരുന്നു. അതുകൊണ്ട് എന്റെ അടുത്ത് ഫ്രീ ഫയറെ സപ്പോർട്ട് ആവത്തുള്ളൂ. സോ അത് ഞാൻ അങ്ങനെ ചെയ്ത് ലൈക്ക് അങ്ങനെ ആയിരുന്നു. പിന്നെ വന്ന് ലൈക്ക് ഇൻസ്റ്റയില് ടെക്കായി. പിന്നെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്പോൺസേഴ്സ് വന്നു. അതും ഇൻബൗണ്ട് ആയിരുന്നു അല്ലെങ്കിൽ അങ്ങോട്ട് അപ്രോച്ച് ചെയ്താ? ആർക്കും അങ്ങോട്ടൊന്നും മെസ്സേജ് അയക്കത്തില്ല, എല്ലാരും ഇങ്ങോട്ട് തന്നെ വരും. ഇപ്പൊ കറന്റ്ലി എല്ലാരും അങ്ങനെ തന്നെയാ വരാം. ഓക്കെ. സോ പിന്നെ ഇവിടെ ഞാനൊരു പ്രോപ്പർ ആയിട്ടൊരു റവന്യൂ സെറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങനെ റോൾ ചെയ്ത് പോയി. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമില് ടെക്നോളജി റിലേറ്റഡ് കണ്ടന്റ് തുടങ്ങി. ഓക്കെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ലവിഷിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? അതായത് ഞാൻ കറക്റ്റ് ഒരു സ്മൂത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് ആ സ്മൂത്ത് അത്രയും ഒരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. സോ എന്തേലും വലുതായിട്ട് എന്തേലും ചെയ്യണം. ചോദിച്ചു വാങ്ങിക്കുന്ന അതെ, ആ ഒരു ഇതാണ് സുഖമല്ലോ, ഭയങ്കര കംഫർട്ട്. അതെ, അങ്ങനെയായിരുന്നു. പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തേലും വലുതായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഈ ഒരു എല്ലാവരും ഒരു കൺവെൻഷണൽ വേ അല്ല തിങ്ക് ചെയ്യുക. ലൈക്ക് ഡിഗ്രി MBA ആ ഒരു രീതിക്ക് തിങ്ക് ചെയ്യുക. നമുക്ക് മാറ്റി ഒന്ന് ഒരു അൺകൺവെൻഷണൽ വേണമെന്ന് തോന്നിയിരുന്നു. സോ അങ്ങനെ ഞാൻ ഇതിലോട്ട് ഇറങ്ങി. ലൈക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തുടങ്ങി. പിന്നെ നമ്മൾ കുറച്ചായിട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ചെറിയ കുഞ്ഞു ബിസിനസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. മനസ്സിലായി ലൈക്ക് ഇവിടെ എത്രത്തോളം ഇതുണ്ടെന്ന് മനസ്സിലായി. പിന്നാണ് ഞാൻ പറഞ്ഞ പോലെ പീരിയഡ്സിലോട്ട് വന്നു. ഒരുപാട് ഇരുന്ന് പഠിച്ചിട്ടുണ്ട് ഞാൻ. 10th പോലും ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. കാരണം എവിടെ നമുക്ക് അറിയത്തില്ലല്ലോ, ലൈക്ക് പീരിയഡ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇരുന്ന് പഠിച്ച് ഇങ്ങനെയാണ് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും പഠിച്ച് പിന്നെ അതിലോട്ട് ഇറങ്ങി. ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ച് അപ്പോഴും ഞാൻ ഇങ്ങനെ പക്ഷെ അപ്പോഴും ടെക്നോളജി ബിസിനസ് നടക്കുന്നുണ്ട്. അത് അവിടെ നടക്കുന്നുണ്ട്. കാരണം മെയിൻ ഇൻകം അവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്ര ഇൻകം വരെ ഇൻസ്റ്റാഗ്രാമിൽ ടെക്നോളജി? ഇൻസ്റ്റയിൽ ഞാൻ അത്യാവശ്യം റവന്യൂ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സ്പോൺസർഷിപ്പാണ്. വേറെ പ്രൊമോഷൻസ് വരും. ലൈക്ക് ഗെയിംസിന് തന്നെ ഗാംബ്ലിങ് കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ എമൗണ്ട് ഉണ്ടാക്കാം. വീഡിയോക്ക് തന്നെ 7 lakh 6 lakh ഒക്കെയാണ് അവര് പറയുന്ന ഇത്. പക്ഷെ ഞാൻ അതൊന്നും എടുത്തില്ല. ഞാൻ ഒരു വട്ടം ചെയ്തിരുന്നു. പക്ഷെ അത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു വാർണിംഗ് വന്നു, ലൈക്ക് ഇങ്ങനെ ചെയ്യാനാവില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ കുറെ ക്രിയേറ്റേഴ്സ് അങ്ങനെ ചെയ്തിട്ട് എന്തൊക്കെ മേടിച്ചിട്ടുണ്ട്. ചെയ്തില്ല, ലൈക്ക് ചെയ്യാൻ പറ്റിയില്ല, ചെയ്തില്ല. പിന്നെ നോർമലിലുള്ള വീഡിയോസ് തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40K 45K പെർ വീഡിയോ ഒക്കെ മേടിക്കാൻ പറ്റും. അങ്ങനെ പോകുന്നുണ്ട്, ഒരു നോർമലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിപ്പോ എത്ര മന്ത്ലി റവന്യൂ ഉണ്ടാവും? അത് ഞാൻ ഈ ഒരു ലവിഷ് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് മന്തില് ഫുള്ള് ഞാൻ ലവിഷിലോട്ടായി. എനിക്ക് അത് പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷെ ഞാൻ അവിടെയും എക്സ്ട്രാ ടൈം ഇട്ടിട്ട് ഞാൻ അവിടെയും വീഡിയോ ചെയ്തു. പക്ഷെ ഞാൻ പ്രൊമോഷൻസ് ആയിട്ടൊന്നും എടുത്തില്ല. ഒരു 2-3 പ്രൊമോഷൻ അറൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഓക്കെ. പിന്നെ സ്റ്റിൽ 1 lakhന്റെ അടുത്ത് റവന്യൂ ഉണ്ട്. ഇപ്പോ ശരിക്കും ഒരു ഇൻസ്റ്റാഗ്രാം ക്രിയേറ്ററിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 lakh എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര കുറവായിട്ടുള്ള ഒരു എമൗണ്ട്. ഒരു മന്ത്ലി ഇപ്പൊ ഒരു വീക്കിൽ നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഉണ്ടാക്കാം. ഒരു 2.5 or 3 അതിന് മേളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ അങ്ങനെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എനിക്ക് ഇവിടെ ഭയങ്കര കംഫർട്ടായിട്ട് തോന്നി. വലുതായിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് ലവിഷിലോട്ട് വന്നേ. കറക്റ്റ്. സോ ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഈസി മണിയാണ്. പക്ഷെ ഇത് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം. അതെ, ഇതിപ്പോ ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഞാൻ പറയുന്നത് ഈസി മണിയാണ്. അപ്പോഴും എന്റെ മൈൻഡിൽ ഒരു തോട്ട് ഉണ്ടായിരുന്നു. കാരണം എനിക്കൊരു ട്രോമ ഉണ്ടായിരുന്നു എന്റെ യൂട്യൂബ് പോയത്. ഇൻസ്റ്റാഗ്രാം ആണ്, അതെ, അങ്ങനെ ഒരു ട്രോമ ഉണ്ടായിരുന്നു. അതാണ് ഈ ചാനൽസിന്റെ ഒക്കെ പ്രശ്നം. അതെ, അതായത് അവരെ മേലിൽ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയന്റെ ഒക്കെ പ്രശ്നം അവരെ മേലെ നമ്മൾ ഡിപ്പെൻഡന്റ് ആണ്. നാളെ ആ ചാനൽ അടിച്ചുപോയി നമ്മളെ ബിസിനസ് സീറോ ആവില്ല. സോ എല്ലാവരും, ഇപ്പൊ ഞാൻ മാത്രമല്ല, ഒരുപാട് ക്രിയേറ്റേഴ്സ് അവരുടെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് യൂസ് ചെയ്തിട്ട് വേറെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അരുൺ സ്മോക്കി വേറൊരു ഗ്യാരേജ് തുടങ്ങിയിട്ടുണ്ട്, അരുൺ സ്മോക്കി ഗ്യാരേജ്. അവർക്കൊരു സോ എന്തുകൊണ്ട് എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. എല്ലാവരും അതിന്റെ മുകളിൽ വേറെ ബിസിനസ്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് ബ്രാൻഡ് ഡീൽസ് അല്ല, നിങ്ങളതൊക്കെ ബ്രാൻഡ് ഡീൽസ് ആണല്ലോ. സോ അപ്പൊ എനിക്കൊരു വന്നൊരു തോട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ എന്റെ കറന്റ്ലി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ളവരാ. പക്ഷെ ഈ പീരിയഡ്സിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് ഇവർ ആരും ആവശ്യമില്ല.
സോ ഈ ഒരു അവരിട്ടിട്ട് ഒരു കാര്യമില്ല. അതെ, അവരെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. സോ എനിക്ക് ഇവിടെ ഉള്ള ഈ ഒരു ഫെയിം വെച്ചിട്ട് എനിക്ക് ഇവിടെ ബിസിനസ് ചെയ്യേണ്ടെന്ന് എനിക്ക് മൈൻഡിലുണ്ടായിരുന്നു. കറക്റ്റ്, റോങ് ഓഡിയൻസ് ആയിരിക്കും. അതെ, നമുക്ക് കുറെ ഫോളോവേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് പ്രോപ്പർ കൺവേർഷൻസ് വേണം. അതെ. സോ ഞാൻ പ്ലാൻ ചെയ്ത് ശരിക്കും നമുക്ക് ഇവിടെ ഒരു ബ്രാൻഡിങ്, ഇവിടെ നമുക്ക് ഒരു പേഴ്സണൽ ബ്രാൻഡിങ് രീതിക്ക് ചെയ്യാം. സോ ഇപ്പൊ കണക്ഷൻ, ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഡോപ്പമീനുള്ള ആവശ്യം. സോ ഒന്നാമത് മലയാളികൾക്കുള്ള ഒരു പ്രശ്നമാണ്, വേറൊരു വീട്ടിൽ എന്ത് പ്രശ്നം നടക്കണമെന്ന് അറിയാനായിട്ട് ഇവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. അതെ, അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം എടുത്തിടാന്ന് വിചാരിച്ച് ഞാൻ ഇട്ട്. നമ്മളെ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ട്, ലൈക്ക് ഞങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളേ ഉള്ളൂ, അതേ ഉള്ളൂ. സോ അതൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് അങ്ങനത്തെ വീഡിയോ അല്ല, ഞാൻ ഫസ്റ്റ് ഇതേപോലെ ഇരുന്നിട്ട് ഒരു വീഡിയോ ആണ് ചെയ്തത്. അതെനിക്ക് മനസ്സിലായി നോർമൽ ആയിട്ടേ പോകത്തുള്ളൂ മനസ്സിലായി. സോ എനിക്കൊരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇമോഷണൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. സോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, ഒരു ഡിഗ്രി പോലും ഇല്ലാതെ ബിസിനസ് ചെയ്തിട്ട് നീ എന്താവാൻ പോവാണെന്നുള്ള രീതി അങ്ങനെ ഹുക്കായിട്ട്. സോ അങ്ങനെ സ്റ്റാർട്ട് ആൾക്കാരെ ഫസ്റ്റ് ആ വീഡിയോ കാണിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ വീഡിയോയിൽ പിടിക്കണല്ലോ. അതെ, അവർക്ക് എന്താണെന്ന് ഒരു ചെറിയൊരു ഇതിൽ തന്നെ മനസ്സിലാവണമെന്നുള്ള രീതിക്ക് ഞങ്ങൾ അങ്ങനെ ചെയ്ത്. സോ ഇങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒന്നാമത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്ത്. കാരണം നമ്മൾ സ്റ്റാർട്ടപ്പ് ആണ്, വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള റിസ്ക് ഞാൻ അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എത്ര റുപ്യൊക്കെ സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ ഇതിപ്പോ 20,000 സ്റ്റാർട്ട് ചെയ്ത്. ജസ്റ്റ് 20,000 സ്റ്റാർട്ട് ചെയ്തു. ഞാൻ 10, അവൻ 10, അങ്ങനെയാണ് നാളെ സ്റ്റാർട്ട് ചെയ്ത്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത്, ഈ ബിസിനസ്സിന്റെ സ്ട്രഗിൾ ചെയ്തത് കാരണം നമുക്ക് ഒന്നും അറിയത്തില്ല, ഈ മാനുഫാക്ചേഴ്സിനെ അവിടെ കണ്ടുപിടിക്കണം ഒന്നും അറിയത്തില്ല. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി Day 1, അതായത് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മാത്രം നോക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. പ്രസന്റ്, അതെ, ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നോക്കിയിട്ട് നമ്മൾ ഇറങ്ങി. ഒരു മാനുഫാക്ചർ ഫസ്റ്റ് നമ്മൾ ഞങ്ങളൊരു നോട്ട് പാഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഏതൊക്കെ പ്രൊഡക്റ്റാണ് വേണ്ടത്, ആരൊക്കെ കിട്ടി എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നത് പാഡാണ്. സോ ഞങ്ങൾ ഫസ്റ്റ് കോയമ്പത്തൂർ പോയി, പിന്നെ ഞങ്ങൾ ബാംഗ്ലൂർ പോയത് ഫുൾ വേസ്റ്റ് ആയിരുന്നു. കാരണം ആരും നമുക്ക് ഞങ്ങളുടെ കയ്യിൽ ആകെ 20,000 ഉള്ളൂ. ഇവരുടെ ക്വാണ്ടിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 1 lakhോളം വേണം. ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ടാവും. നമുക്ക് ആ ഒരു MOQ മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് ലാസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ തിരഞ്ഞിട്ടാണ്, കാരണം ഞങ്ങൾ ഈ 20,000 ക്യാപിറ്റലാണ് ചെയ്യണേ. ഈ ട്രാവലിങ്ങിലൊക്കെ ഈ ക്യാപിറ്റലിൽ നിന്ന് പോകുന്നുണ്ട്, ഇത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഒരു പോയിന്റിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ക്യാപിറ്റൽ കുറഞ്ഞു തുടങ്ങി, ഇനി ഇത് നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന ഇന്ത്യ മാർട്ട് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. സോ ഇതിത്ര നമുക്ക് ഇവരെ വെഞ്ചേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും വിചാരിച്ചിട്ട് എവിടെയും പോകേണ്ട ആവശ്യമില്ല, കാരണം ഈ ട്രാവൽ കോസ്റ്റ് ഒക്കെ നമുക്ക് പിടിക്കാലോ. അതെ. സോ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് പാഡ് മാനുഫാക്ചേഴ്സിനെ വിളിച്ച്. എല്ലാവരുടെയും MOQ ഇതുപോലെ തന്നെ 10,000, 1 lakh ഒക്കെ ആയിരുന്നു. ആൻഡ് ലാസ്റ്റ് ഞങ്ങളൊരു കോയമ്പത്തൂരിൽ തന്നെയുള്ളൊരു ഒരു ചേച്ചിയാണ്, പാലക്കാട്ടിലാണ് ഇരിക്കണേ, ബട്ട് ഇപ്പോൾ വർക്കിന് വേണ്ടിയിട്ട് കോയമ്പത്തൂരിലാണ് ചെയ്യുന്നത്. കോൾ സെന്ററിൽ മീൻസ് ഇവരുടെ ബിസിനസ്സിൽ ഇരിക്കുന്നത്. സോ അവരെ വിളിച്ചു സംസാരിച്ചു, പാലക്കാട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ അവർ നിങ്ങൾക്ക് ഒരു ട്രെയിലിനുള്ള രീതിക്ക് ചെറിയൊരു പാഡ് ക്വാണ്ടിറ്റി ഞങ്ങൾ സെറ്റ് ചെയ്ത് ട്രയൽ ഓർഡർ. അതെ, ആ ഒരു രീതിക്ക് ഒരു 1000 പാഡ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 1000 പാഡ് ചെയ്തു തന്നു. ആദ്യം ഞങ്ങൾ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു, ലൈക്ക് നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിന്റെ ഒക്കെ പാഡ് നോക്കിയിട്ട് ഇത് നമുക്ക് എങ്ങനെ ബെറ്റർ ആക്കാന്ന് വിചാരിച്ചിട്ട് അത് ആ ഒരു രീതിക്ക് വേണമെന്ന് പറഞ്ഞവർക്ക് കൊടുത്ത് അവർ അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്തു തന്നു. സോ നമുക്ക് പാഡ് ഇഷ്ടപ്പെട്ട് നമ്മൾ കുറച്ച് പേർക്ക് യൂസ് ചെയ്യാൻ കൊടുത്ത്, അവർക്കും ഇഷ്ടപ്പെട്ട്, അങ്ങനെ നിങ്ങൾ പാഡ് ഓക്കെ ആക്കി. അപ്പൊ MVP അടിച്ച് മിനിമം വയബിൾ പ്രൊഡക്റ്റ് നമ്മളെ ഭാഷയിൽ പറയാം. ഓക്കെ, അത് സെറ്റായി. പിന്നെ മറ്റുള്ള പ്രൊഡക്ട്സ് അത് കണ്ടുപിടിക്കാനും അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്ത്യ മാർട്ട് ത്രൂ തന്നെ ഒരുപാട് പേരെ കണ്ടുപിടിച്ച് ഇതിനായിട്ട് ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് ടൈം സ്പെൻഡ് ആയിട്ടുണ്ട്. ഓക്കെ. സോ ഇന്ത്യ മാർട്ടിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഇന്ത്യ മാർട്ടിന് അങ്ങോട്ട് പേ ചെയ്യണോ, എങ്ങനെയാണ് അതിന്റെ? അതായത് ഇന്ത്യ മാർട്ടിൽ ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യാണെങ്കിൽ പോലും നമ്മൾ ഇന്ത്യ മാർട്ടിൽ കയറിയിട്ട് ഒരു മാനുഫാക്ചർ എടുക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം, അവര് ഇന്ത്യ മാർട്ട് വെരിഫൈഡ് ആണെന്ന് ശ്രദ്ധിക്കണം. ഞങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കാതെ ഞങ്ങളുടെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സ്കാം ആയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഒരു ആളെ നോക്കുന്ന സമയത്ത് അവർക്ക് ഇന്ത്യ മാർട്ട് തന്നെ അവരെ വെരിഫൈ ചെയ്തിട്ട് നല്ലൊരു സപ്ലയർ ആണോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മൾ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. ഇതെല്ലാം നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചതാട്ടോ. മനസ്സിലായി. സോ അല്ലെ, ഈ നിങ്ങൾ പഠിച്ച സാധനം ഇനി ഒരാൾ ചെയ്യുമ്പോൾ തെറ്റാൻ പാടില്ലല്ലോ. സോ കാശ് എത്ര പോവുക? അതെ, ഞങ്ങളുടെ ഫസ്റ്റ് ടൈം, അതായത് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് ടൈം നമ്മൾ സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് അവർ നമ്മൾ പറ്റിക്കായിരുന്നു. സോ ആ ഒരു കാര്യം കൂടെ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ദെൻ നമ്മൾ പിന്നെ എല്ലാം വെരിഫൈഡ് ആയിട്ടുള്ളവരെ മാത്രം എടുക്കത്തുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ അങ്ങനെ പ്രൊഡക്റ്റ് പ്രോപ്പറായിട്ട് എല്ലാം ലിസ്റ്റ് ചെയ്ത് എല്ലാവരുടെ അടുത്തും നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ആവശ്യമുള്ളൂ. സോ എല്ലാവരുടെ അടുത്തും ഫസ്റ്റത്തെ 100 ക്വാണ്ടിറ്റിയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. 100 കിറ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. മനസ്സിലായി. ആൻഡ് ഇതെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്.
വീഡിയോ അപ്ലോഡ് ചെയ്ത് അതെ, ഇത് സെറ്റ് ചെയ്ത് അപ്പൊ നിങ്ങൾ ഇന്ത്യ മാർട്ട് പോയി കഴിഞ്ഞാൽ ഡയറക്ട്ലി നിങ്ങൾക്ക് മാനുഫാക്ചർ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മാനുഫാക്ചറെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യ മാർട്ടിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ട് നമ്മൾ ഇന്ത്യ മാർട്ടിൽ ഈ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യ മാർട്ട് നമ്മുടെ ഡാറ്റ അവർക്ക് കൊടുക്കും. എന്നിട്ട് അവര് കോൾ ചെയ്യും, നിങ്ങൾ അവർക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. സോ അവർ നമ്മൾ വിളിക്കും. ഓക്കെ. അപ്പൊ ഇന്ത്യ മാർട്ട് ത്രൂ വാങ്ങിക്കണോ നിർബന്ധമല്ല? അല്ല, നമുക്ക് ഇന്ത്യ മാർട്ട് ത്രൂ നമുക്ക് നമുക്കൊരു കണക്ഷൻ എടുക്കാൻ പറ്റും. അവിടെ തന്നെ മേടിക്കണം എന്നില്ല, നമുക്ക് കണക്ഷൻ എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. മറ്റേ ഇന്ത്യ മാർട്ട് ആവുമ്പോൾ കുറച്ചും കൂടി ട്രസ്റ്റബിൾ ആണ്. ഇന്ത്യ മാർട്ട് ഏറ്റോളൂ അങ്ങനെയാണ്. ഓക്കെ. സോ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ഈ ഒരു പോഡ്കാസ്റ്റ് എന്നുള്ള രീതിക്ക് ഒരു വീഡിയോ ചെയ്ത് അത് ഫ്ലോപ്പ് ആയിരുന്നു. അത് എനിക്ക് ഇന്റർവ്യൂ മോഡലായിരുന്നു ചെയ്ത്. അതെ, അത് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് ചെയ്ത്. അത് നടക്കില്ലെന്ന് മനസ്സിലായി. പിന്നെയാണ് ഞാൻ ഈ ഇമോഷന്റെ കാര്യം എടുത്തിട്ട് ഞാൻ എപ്പോഴും 6 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. കറക്റ്റ് 6 മണിക്ക് വീഡിയോ, വൈകുന്നേരം 6 മണിക്ക് അപ്ലോഡ് ചെയ്യും. ആ സമയത്ത് എല്ലാവരും ആ സമയത്താണ് ആക്റ്റീവ്. അതെ, ഇപ്പൊ നമ്മളൊരു ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയം 6 മണിയായിരിക്കും. സോ ആ ഒരു ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്തു. ആ ഒരു സമയത്തുള്ള എല്ലാവരും എടുക്കണം എന്നുള്ളൊരു മൈൻഡിൽ ഞങ്ങൾ തുടങ്ങി. ദെൻ 6 മണിക്ക് അപ്ലോഡ് ചെയ്തു. എനിക്കറിയായിരുന്നു അത് എന്തായാലും കുറച്ച് വ്യൂസ് വരാൻ ടൈം ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അഖിലേഷ് എനിക്ക് റീൽ അയച്ചു തന്നിട്ട് 200 വ്യൂസ് ഉള്ളൂ, ഇത് നടക്കും തോന്നുന്നില്ല, 100 കിറ്റ് നമ്മൾ എങ്ങനെ സെയിൽ ചെയ്യും? ഞങ്ങളാണെങ്കിൽ വേറെ ബുക്കിൽ ടാർഗറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. 1 മന്തിൽ നമ്മൾ ഇത്ര കിറ്റ് സെയിൽ ചെയ്യുന്നു, ഇത്ര റവന്യൂ എടുക്കുന്നു, റീഇൻവെസ്റ്റ് ചെയ്യുന്നു. മറ്റേ മോഹൻലാലും ശ്രീനിവാസനും പറഞ്ഞല്ലേ, നമ്മൾ ഒരു പശുവിനെ വാങ്ങിക്കുന്നു, ആ പശുവിനെ വെച്ച് അടുത്ത പശു വാങ്ങിക്കുന്നു. ആ ഒരു ഫുൾ അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു. സോ അതെല്ലാം നമ്മൾ ചെയ്ത് വെച്ച് ഈ 200 വ്യൂസ് കണ്ടത് ആകെ ഡള്ളായി. പക്ഷെ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ എണീച്ചിട്ട് ഞാൻ മെസ്സേജ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അഖിലേഷിന്റെ സ്ക്രീൻഷോട്ട് വന്നു 10K എന്നുള്ള വ്യൂസിന്റെ. പിന്നെ ആ ദിവസം തന്നെ ആ വീഡിയോ അറൗണ്ട് ഒരു 2 lakh പ്ലസ് ആയി. അതിപ്പോ കറന്റ്ലി 8 lakh പ്ലസ് ഉണ്ടെന്ന് തോന്നുന്നു. അടിപൊളി. അപ്പൊ എനിക്ക് ആ പണ്ട് എന്റെ യൂട്യൂബില് എനിക്ക് എന്തിട്ടാ എങ്ങനെ കയറുന്നു മനസ്സിലായ ഒരു മൈൻഡ് എനിക്ക് ഇവിടെയും വന്നു. ഈ ഒരു പഴയ സാധനം വീണ്ടും എനിക്ക് അതെ. പിന്നെ ഞാൻ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. സ്ഥിരമായിട്ട് ബിസിനസ് ഡോക്യുമെന്റ് ചെയ്യാൻ തുടങ്ങി. അതെ, സ്ഥിരമായിട്ട് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബിസിനസ്സിൽ എന്താണോ നടക്കുന്നത് അത് ഞാൻ പുറത്തു പറഞ്ഞു ലൈവായിട്ട്. ഞങ്ങൾക്ക് അപ്പോൾ ഉണ്ടായിരുന്ന ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്നത് എനിക്ക് ഈ പാക്കിങ് പ്രോപ്പറായിട്ട് ചെയ്യാം, എങ്ങനെ പാക്കിങ്ങിന്റെ ബാക്കിൽ എന്ത് കൊടുക്കണം അങ്ങനെ ഒന്നും അറിയത്തില്ല. സോ ഞാൻ ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ ഇതേക്കുറിച്ച് അറിയുന്നവർ കമന്റ് ഇടും, നിങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ ഇത് കൊടുക്കണം, ഇങ്ങനെ കൊടുക്കണം. സോ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു രീതിക്ക് മനസ്സിലായി. സോ നമ്മൾ ഇതന്നെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഇങ്ങനെ വ്യൂവേഴ്സ് വന്നുകൊണ്ടിരിക്കാൻ തുടങ്ങി. നമ്മൾ 50 വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ 25+ 1 million ആയി, 4 million ആയി, 8 million ആയി. ഇങ്ങനെ വീഡിയോസ് മില്യൺസ് അടിച്ചിട്ടുണ്ട്. വെരി നൈസ്. ആ ഒരു ഡേ 1 തന്നെ നമ്മുടെ ഫുൾ സ്റ്റോക്കും പോയി. ആ ഡേ 1 ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരുന്നു, സങ്കടം ഉണ്ടായിരുന്നു. കാരണം വീണ്ടും കൊടുക്കാൻ സാധനം ഇല്ല, സാധനം കയ്യിലില്ല. അതെ, ഇനി എന്ത് ചെയ്യുന്നുള്ള സ്ട്രഗ്ലിംഗ് ആയി. പിന്നെ നമ്മൾ നേരെ ഡയറക്റ്റ് കോയമ്പത്തൂർ പോയി, വണ്ടി എടുത്ത് കോയമ്പത്തൂർ മാക്സിമം പാഡുകളൊക്കെ കൊണ്ടുവന്ന് ബാക്കി എല്ലാവരെയും വിളിച്ച് എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തിട്ടാണെങ്കിലും സാധനം എത്തിക്കണം എന്നുള്ള രീതിക്കായി. അടുത്തുള്ളവരെല്ലാം ഞങ്ങൾ മാക്സിമം എത്തിച്ച് കുറച്ചുകൂടി വലിയ സ്റ്റോക്ക് 200-300 എടുക്കാൻ തുടങ്ങി. ദെൻ അങ്ങനെ എടുത്തെടുത്ത് ഇപ്പൊ നമ്മൾ 1000-2000 ഒക്കെയാണ് സ്റ്റോക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം DM-ലാണ് ഓർഡേഴ്സ് വരിക? അല്ല, ഇൻസ്റ്റാഗ്രാം DM-ൽ നമുക്ക് ഓർഡേഴ്സ് വരില്ല. അതായത് ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ബയോയിൽ തന്നെ എന്റെ വാട്സാപ്പിന് ഇത് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. വീഡിയോയിൽ നിങ്ങൾ CTA കൊടുക്കുന്നുണ്ടോ? അതായത് വീഡിയോ ഓർഡർ ത്രൂ കൊടുക്കുന്നില്ല, നമുക്ക് നമ്മുടെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ കാണിക്കും. അത് വീഡിയോയിൽ തന്നെ കാണിക്കും. നമ്മുടെ ഫോണിൽ ഞാൻ ഇങ്ങനെ ബയോയിൽ ക്ലിക്ക് ചെയ്യുന്ന രീതിക്ക് കാണിക്കും. മനസ്സിലായി. സോ അവര് റീല് ബാക്ക് അടിച്ചിട്ട് ബയോയിൽ ക്ലിക്ക് ചെയ്യും. അപ്പൊ ഡയറക്റ്റ് ഞങ്ങൾക്ക് മെസ്സേജ് വരും. എവിടെ? വാട്സാപ്പിലോട്ട് മെസ്സേജ്. വാട്സാപ്പിലേക്കാണ് റീഡയറക്ട് ഫസ്റ്റ് ഞങ്ങൾ വാട്സാപ്പിലോട്ട് ചെയ്ത്. സോ ഇപ്പുറത്തെ സൈഡ് അഖിലേഷ് ഇരുന്നിട്ട് ഓരോരുത്തരുടെ ഓർഡർ കളക്ട് ചെയ്യും, നോട്ട് ചെയ്തു. ഫസ്റ്റ് ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു. അവൻ ഫസ്റ്റ് ദിവസത്തെ ആ ഒരു ഡോപ്പമീൻ കാരണം അവൻ ആ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് ഓർഡർ കളക്ട് ചെയ്യായിരുന്നു, ഇരുന്ന് കളക്ട് ചെയ്യായിരുന്നു അത്രത്തോളം. എന്നിട്ട് ലാസ്റ്റ് ഒരു 5 മണി 6 മണി ആകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വാട്സാപ്പ് ബാനായി. ഇത്രയും അതെ, അത് നമ്മള് ഇത് ബോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി മെസ്സേജ് പോകുന്ന രീതിക്ക്. ഫസ്റ്റ് ഹായ് അയച്ചു എന്ന് വെച്ചാൽ നമുക്കൊരു എന്താ പറയാ, എങ്ങനെ അതിന് പറയാ, ഒരു മെസ്സേജ് ഓട്ടോമേറ്റഡ് റെസ്പോൺസ്. അതെ, അങ്ങനെ നമ്മൾ ചെയ്തിരുന്നു. സോ ഇത് ഒരുപാടായതുകൊണ്ട് വാട്സാപ്പിന്റെ ഇതില് നമ്മൾ സ്പാം മെസ്സേജ് വരികയെന്ന് വിചാരിച്ചിട്ട് ബാൻ ആക്കി. മനസ്സിലായി. അത് വന്നതും നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം നമ്മുടെ ഒരുപാട് ക്ലയൻസിന്റെ ഡാറ്റ ഫുൾ അതിൽ കിടക്കുന്നുണ്ട്, കുറെ പേരുടെ അഡ്രസ് എഴുതാതെ വെച്ച് കിടക്കുന്നുണ്ട്. സോ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ 24 hours ആണ്. സോ ഇവർക്ക് ഓർഡർ കിട്ടാൻ വൈകി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്കൊരു നെഗറ്റീവ് ആവും. കറക്റ്റ്. സോ നമ്മൾ എങ്ങനെയൊക്കെ 24 hours കഴിഞ്ഞ് ഇത് തിരിച്ചെടുത്ത് എല്ലാവർക്കും കൊടുത്ത് വേറെ വാട്സപ്പ് കണക്ട് ചെയ്ത് അവിടെ ഓർഡേഴ്സ് എടുക്കാൻ തുടങ്ങി.
ഈ ഓർഡേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ട് സ്റ്റോക്ക് ഇല്ല സാധനം. പക്ഷെ നമ്മൾ അവർക്ക് കറക്റ്റ് ടൈമിൽ എത്തിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ നമ്മൾ സാധനം എത്തിച്ച് തന്നെ എല്ലാവർക്കും ഡെലിവറി ചെയ്ത് ഫസ്റ്റത്തെ ഒരു റഷ് അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ മെല്ലെ മെല്ലെ സ്റ്റോക്ക് കൂട്ടാൻ തുടങ്ങി. പിന്നെ നമ്മൾ ആ ഒരു സൈക്കിൾ എങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ നമുക്ക് കുറച്ചൊരു ഇടയിലെത്തിയപ്പോൾ നമ്മുടെ വ്യൂസ് കുറച്ച് ഡൗൺ ആയി. അപ്പം എനിക്ക് മനസ്സിലായി ഇനിയും ഈ സാധനം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്താൽ നടക്കില്ല. എനിക്ക് എൻ്റെ ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടുപിടിക്കുന്നതായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾ ഇതുപോലത്തെ പാഡ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫീമെയിൽ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഈ പാഡിനകത്ത് പ്ലാസ്റ്റിക് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻസറിന്റെ ഒരു ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ അപ്പൊ വീണ്ടും ഹൈക്കായി എൻ്റെ ചാനൽ, വീണ്ടും ഹൈക്കായി. അതായത് ബിസിനസിന്റെ പ്രശ്നങ്ങൾ പറയുന്നതിന് പകരം ഈ പാഡിന്റെ ഫീച്ചേഴ്സ് പറയാം, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ കറന്റ്ലി അവർക്ക് റിലേറ്റബിൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ. പെയിന് വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഈ ഫുഡ് കഴിക്കാൻ പാടില്ല, അങ്ങനെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഫസ്റ്റത്തെ ഡാറ്റ എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 60% ബോയ്സ് ആയിരുന്നു. ഇപ്പോ ഞങ്ങൾക്ക് 30% ബോയ്സ് ഉള്ളൂ, ബാക്കി 70% ഗേൾസ് ആണ്. സോ ഞങ്ങൾക്ക് വേണ്ട ടാർഗറ്റ് ഓഡിയൻസിലോട്ട് ഞങ്ങൾ എത്തണം എന്നുള്ള രീതിക്ക് അങ്ങനത്തെ കണ്ടന്റ്സ് തുടങ്ങി. തന്നെ അതിപ്പോ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ഡൗൺ വരുമ്പോൾ നമ്മൾ അടുത്ത കണ്ടന്റ് പിടിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു രണ്ടാമത്തെ വാട്സാപ്പ് നമ്പർ എടുത്തെന്ന് പറഞ്ഞ് ഇപ്പോഴും അപ്പൊ വാട്സാപ്പ് തന്നെയാണോ നിങ്ങൾ ഓർഡേഴ്സ് വരുന്നത്? ഇല്ല, ഇപ്പൊ നമ്മൾ കറന്റ് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ തന്നെ ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇത്രത്തോളം മെസ്സേജസ് വരുന്നതുകൊണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ നിങ്ങളൊന്ന് ഇതാക്കണം, അത് വീഡിയോ ചെയ്ത് അപ്പോ ഞങ്ങളൊരു ബ്രാൻഡ് അപ്രോച്ച് ചെയ്ത്, ഞങ്ങളെ കുറിച്ച് എവിടെയും പറയണ്ട, നിങ്ങളെപ്പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്താണ് ഞങ്ങളപ്പോ ആരും ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് ഞങ്ങളൊരു വെബ്സൈറ്റ് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവര് ഞങ്ങൾക്ക് ഒരു ഷോപ്പിഫൈയിൽ ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് രക്ഷപ്പെട്ടു. ഷോപ്പിഫൈ ചെയ്തോണ്ട് അത് ചെയ്തെന്ന്. പക്ഷെ നോർമൽ ടെംപ്ലേറ്റിൽ ഒരു ചെറിയ തട്ടിക്കൂട്ട് വെബ്സൈറ്റ്, തട്ടിക്കൂട്ടെന്നല്ല, മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അതെ, അതാണ് നമ്മൾ ചെയ്തത്. സോ അത് ത്രൂ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വെബ്സൈറ്റ് തന്നെ എല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് ഇൻവോയ്സ് മാത്രം വരും. സോ പിന്നെ ഞങ്ങൾ ഇരുന്ന് പാക്ക് ചെയ്തിട്ട്, കാരണം ഞങ്ങൾ 2 പേരും, നമുക്കപ്പോൾ എംപ്ലോയി ആരുമില്ല, ഞങ്ങൾ തന്നെ ഇരുന്ന് പാക്ക് ചെയ്യും, വരുന്ന ഇൻവോയ്സ് കളക്ട് ചെയ്ത് പ്രിന്റ് എടുത്ത് ഞങ്ങൾ തന്നെ ഡിസ്പാച്ച് ചെയ്യും. നമ്മൾ രാവിലെ ഒരു 9 മണി കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് 5 മണിയായിരിക്കും. കാരണം ഞങ്ങൾ തന്നെ ഈ റൂമിനകത്തിരുന്ന് ഫുള്ള് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വീഡിയോ ഇട്ട് ഓർഡേഴ്സ് വരും. അതെ, തന്നെ നമ്മൾ ഈ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ഗ്രോത്ത് സൈഡ് ഒന്നും നോക്കാനാവില്ല എന്ന് മനസ്സിലായി. പിന്നെ അവനെ ഞാൻ പ്രൊഡക്ഷൻ സൈഡിലോട്ടും വിട്ട് വേറൊരു എംപ്ലോയിനെ ഹയർ ചെയ്ത് ഞാൻ ഈ ഗ്രോത്ത് ആൻഡ് മാർക്കറ്റിംഗ് സൈഡിലോട്ട് ഞാനും ഇങ്ങനെ മാറുകയാണ് ചെയ്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഷോപ്പിംഗ്, അതായത് നിങ്ങൾക്ക് ഓർഡേഴ്സ് വല്ലാതെ ആയപ്പോൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ, അപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലം വീണ്ടും കണ്ടന്റ് ആക്കി ഇട്ടു. ആ കണ്ടന്റ് ആക്കി ഇട്ടപ്പോൾ വേറൊരു ബ്രാൻഡ് വന്നിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ഷോപ്പിഫൈ വെബ്സൈറ്റ് സെറ്റ് ചെയ്ത് അതോടുകൂടി ആ പ്രോബ്ലം സോൾവ് ആയി. ഇപ്പൊ എങ്ങനെയാണ് ആ ഒരു, പിന്നെ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഇപ്പോഴും ഓർഡർ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഷോപ്പിഫൈയിലാണോ, അല്ലെങ്കിൽ വെബ്സൈറ്റിലാണോ ഓർഡർ വരുന്നത്? എങ്ങനെയായിരിക്കും ആ സ്പ്ലിറ്റ്? ഇപ്പൊ നമുക്ക് കൂടുതലും വെബ്സൈറ്റ് ത്രൂ തന്നെയാണ് വരുന്നത്. പിന്നെ വെബ്സൈറ്റ് ത്രൂ പേയ്മെന്റ് ചെയ്യുന്ന അറിയാത്തവർ നമ്മൾ വാട്സാപ്പിലോട്ട് കോൺടാക്ട് ചെയ്യും. സോ വാട്സാപ്പ് ത്രൂ നമ്മൾ തന്നെ അവരെ ഹെൽപ്പ് ചെയ്തിട്ട് അഡ്രസ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു 90% നമുക്ക് വരുന്ന വെബ്സൈറ്റ് ത്രൂ തന്നെയാണ്. വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങളെ കസ്റ്റമേഴ്സ് ഏറ്റവും പ്രിഫർ ചെയ്യുന്നത്? എല്ലാവരും വെബ്സൈറ്റ് ത്രൂ തന്നെയാണ് ചെയ്യുന്നത്. ഓ, വെരി നൈസ്. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് ഇപ്പൊ എത്ര ഓർഡേഴ്സ് മാസം ചെയ്യുന്നുണ്ട്? ഇപ്പൊ നമ്മളൊരു 1000, അതായത് ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. കണ്ടന്റ് ഒരു 1000 നമ്മൾ ചെയ്യുന്നുണ്ട്. 1000 ചെയ്യുന്നുണ്ട്. അതിന്റെ അകത്ത് തന്നെ എത്ര ന്യൂ കസ്റ്റമേഴ്സ് ഉണ്ട്, എത്ര റിട്ടേണിംഗ് കസ്റ്റമേഴ്സ് ഉണ്ട്? ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 20 to 22% നമുക്ക് ഈ കസ്റ്റമർ റിട്ടൻഷന്റെ റേറ്റ് ആണ്. 22%. ബാക്കി ആൻഡ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതും പുതിയ കസ്റ്റമേഴ്സിലോട്ടാണ്. കാരണം 1 ടൈം അവർ യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ ഇത് അവർക്ക് ഒരു മെമ്മറി പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള പാഡ്സ് കൊടുത്തു, എക്സ്പീരിയൻസ് അടിപൊളിയാണ്. അതെ, സോ ദാറ്റ് ദേ കീപ് കമ്മിങ് ബാക്ക്. അതെ, ഒരു വട്ടെങ്കിലും നമ്മൾ കൊടുക്കണം എന്നുള്ളൊരു, അതാണ് നിങ്ങളുടെ ടാർഗറ്റ്. അതെ അതെ, ബാക്കി ഓട്ടോമാറ്റിക്കലി സംഭവിക്കുമെന്നില്ലാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കസ്റ്റമർക്ക് അത് കൊടുത്തു, കസ്റ്റമർ നിങ്ങളെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു, പ്രൊഡക്റ്റ് മേ ബി ദേ വിൽ റിട്ടേൺ അഗെയിൻ. ഇത് ഇപ്പൊ നിങ്ങൾ ആ പീരിയഡ് കിറ്റ് മാത്രമാണോ, അല്ലെങ്കിൽ ഇനി അടുത്തത് എന്താണ്, അല്ലെങ്കിൽ ഓൾറെഡി വേറെ നിങ്ങൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തോ? അതായത് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് പീരിയഡ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി. സോ ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലം ആയിട്ട് കണ്ടത് പീരിയഡ് പെയിൻ ആണ്. സോ പീരിയഡ് പെയിൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയപ്പോൾ, പെയിൻ വരുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന ഹോട്ട് വാട്ടർ ബാഗാണ്, വെള്ളം ചൂടാക്കുന്നു, അബ്ഡോമിനിൽ വെക്കുന്നു എന്നുള്ളൊരു സ്കീമാണ്. സോ നമുക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്, എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ബെഡിൽ നിന്ന് അടിക്കാൻ പറ്റുന്നില്ല, എക്സാമിന് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ, അങ്ങനെ ഒരുപാട് മെസ്സേജസ് വരും.
സോ ഇതൊക്കെ കാണുന്ന സമയത്താണ് നമുക്ക് ഇത് ഇത്രത്തോളം ഒരു പ്രോബ്ലമാറ്റിക് ആണെന്നല്ലേ? മനസ്സിലായത്. സോ അപ്പോൾ നമ്മൾ പെയിൻ റിലീഫ് പാച്ചസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇറക്കിയിട്ട് അത് ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ ഉള്ളതാണ്, പക്ഷെ നമ്മുടെ ബ്രാൻഡിങ്ങിൽ നമ്മളത് ഇറക്കി. മനസ്സിലായി. വൺസ് നിങ്ങൾ ഒരു ബ്രാൻഡ് നെയിം ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിന്റെ അത് എന്തും ലോഞ്ച് ചെയ്യാലോ. സോ അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോകും, സെയിം കസ്റ്റമർ ബേസ്. അതെ. സോ ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ ഇതിന്റെ അകത്ത് താപിഷ് വന്നിരുന്നു. അത് താപിഷ് പറഞ്ഞ ഒരു കസ്റ്റമറെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരെ പെയിൻ പോയിന്റ് മനസ്സിലാക്കി പിന്നെ ആ പെയിൻ സോൾവ് ചെയ്യാൻ, ആ പെയിനിന്റെ ചുറ്റുവട്ടത്തിലെ എല്ലാ പെയിനും സോൾവ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ നിങ്ങൾ സെയിം കസ്റ്റമർ ബേസിലേക്ക് അടുത്ത പ്രൊഡക്റ്റ് കയറ്റി. സോ നമ്മള് അതായത് ഇപ്പൊ പീരിയഡ് പെയിൻ ആയി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോട്ട് വാട്ടർ ബാഗും കൊണ്ട് നമ്മൾ പോകുന്ന എല്ലാവരുടെയും ഇങ്ങനെ വെച്ചിട്ട് പോകാനാവില്ല. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, പെയിൻ വന്ന ശേഷം നമുക്ക് പോയി വെള്ളം ചൂടാക്കി ഇത് ബാഗ് ഫില്ല് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും. സോ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന പാച്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പീൽ ചെയ്യുക, അബ്ഡോമിനിൽ ഒട്ടിക്കുക, അവിടെ ഓട്ടോമാറ്റിക്കലി 8 hours വരെ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ. സോ അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ അതാണ് നമുക്ക് മേലിൽ ഡ്രസ്സ് ഇട്ടാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല, എങ്ങോട്ട് വേണേലും പോവാം. സോ ഞങ്ങൾ ഇത് ഇറക്കിയ ശേഷം ഒരു കുട്ടി ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ടിരുന്നു, അത്രയും ഇങ്ങനെ സിവിയർ പെയിൻ ആയിരുന്നു, എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ബട്ട് ഇപ്പൊ എനിക്ക് അത് എല്ലാം ഓക്കെ ആയിട്ട് വരുന്നുണ്ട് പാച്ചസ് യൂസ് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റിവ്യൂസും കിട്ടി. സോ നമ്മൾ അതൊന്നുകൂടെ റീബ്രാൻഡിങ് ചെയ്ത് വൃത്തിക്ക് നമ്മൾ കൊടുത്ത് ഇപ്പൊ നമ്മുടെ കിറ്റിനേക്കാൾ നമുക്ക് മാക്സിമം സെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന പെയിൻ റിലീഫിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ടോട്ടൽ ഓർഡേഴ്സിൽ എത്ര പെർസെന്റേജ് കിറ്റ് ആയിരിക്കും, എത്ര പെർസെന്റേജ് ഇപ്പൊ പാച്ചസ്? അതായത് ഇപ്പൊ നമ്മൾ പാച്ച് കൊണ്ടുവന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. സോ അതുകൊണ്ട് ഇപ്പൊ കറന്റ് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 60% കിറ്റ് തന്നെയാണ് പോയിരിക്കുന്നത്, 40%. പക്ഷെ ഇതിപ്പോ ഇതിങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിന് വലിയൊരു കസ്റ്റമർ ബേസ് തന്നെ ഉണ്ട്. അതെ. ആൻഡ് ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാച്ചിലൂടെ മാറാത്ത ഗേൾസ് ഉണ്ട്. സോ അവരുടെ പെയിൻ പോയിന്റ് ഞങ്ങളിപ്പോ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇപ്പൊ കറന്റ്ലി ഇതിപ്പോ ഓൺ എയർ ആയതുകൊണ്ട് എനിക്ക് പറയണമെന്ന് അറിയത്തില്ല. സ്റ്റിൽ ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാ. ബട്ട് ലവിഷിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് നമ്മളൊരു സർവീസ് ബേസ്ഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ലൈക്ക് അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് വർക്ക്ഔട്ട് ആയിട്ട് നമ്മൾ ഇത് റിവീൽ ചെയ്യാന്ന് വെച്ചിട്ടാ. ഓക്കെ, ഫൈൻ. അപ്പൊ നിങ്ങൾ എക്സിസ്റ്റിംഗ് കസ്റ്റമറെ കണ്ടുപിടിച്ചു, ആ കസ്റ്റമർക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുത്തു, ആ കസ്റ്റമർക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന അഡീഷണൽ പ്രൊഡക്ട്സ് നിങ്ങൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇപ്പൊ നിങ്ങളെ കസ്റ്റമേഴ്സ് ആരാണ്? മലയാളികളാണോ? ഇപ്പൊ നമുക്ക് കറന്റ്ലി ഉള്ളത് ഫുൾ മലയാളീസ് ആണ്. ബട്ട് നമുക്ക് കേരളത്തിനകത്ത് നിന്ന് മാത്രമല്ല, നമുക്ക് ഇന്ത്യയിലെ മാക്സിമം എവിടെയൊക്കെ മലയാളീസ് ഉണ്ടോ അവിടെയൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മലയാളികൾ എല്ലായിടത്തും ഗ്ലോബലി ഉണ്ടായതുകൊണ്ട് എല്ലായിടത്തേക്കും UAE, US, കാനഡ, സിംഗപ്പൂർ, ഈ 4 സ്ഥലത്തോട്ടും നമ്മൾ ഇന്ത്യക്ക് പുറത്ത് നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഷിപ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്റർനാഷണൽ ഷിപ്മെന്റ് എന്ന് പറഞ്ഞു, അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഷിപ്മെന്റ് എങ്ങനെ ചെയ്യുന്നത്? മൊത്തത്തിൽ എങ്ങനെ ചെയ്യുന്നത്? അതായത് ഇപ്പോ നമുക്ക് ഒരു സർവീസ് മാത്രം നമുക്ക് ബേസ് ചെയ്തിരിക്കാൻ ആവില്ല. കാരണം എല്ലാവർക്കും എല്ലാവിടെയും സർവീസ് ഉണ്ടാവണമെന്നുണ്ടാവില്ല. സർവീസ് പറയുമ്പോൾ ലൈക്ക് ഇപ്പോൾ എല്ലായിടത്തേക്കും ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് എന്ന് വിചാരിക്കാം. ഇന്ത്യൻ പോസ്റ്റിന് മാക്സിമം എല്ലാവിടെയും സർവീസ് ഉണ്ട്. ലൈക്ക് എല്ലായിടത്തേക്കും ഡെലിവറി ചെയ്യാറുണ്ട്. എല്ലായിടത്തേക്കും ഉണ്ട്. സോ മറ്റുള്ള വേറെ ലൈക്ക് എന്താ ഞാൻ പറയാ, ഇപ്പൊ DTDC ആണെന്നുണ്ടെങ്കിലും അതുപോലുള്ള കൊറിയർ സർവീസ് ഒന്നും എല്ലായിടത്തേക്കും ഉണ്ടാവില്ല. സോ ഓരോ ഭാഗത്തേക്കും ഏതാണോ ബെറ്റർ നോക്കിയിട്ട് നമ്മൾ അത് ത്രൂ ആണ് ചെയ്യാറ്. അതെങ്ങനെ ബെറ്റർ എങ്ങനെയാ കണ്ടുപിടിക്കുക? അല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ ഒരു 80% കൊറിയറും ഇന്ത്യൻ പോസ്റ്റ് ത്രൂ തന്നെയാണ് ചെയ്യാറ്. ദെൻ ബാക്കിയുള്ളതാണ് നമ്മൾ ഷിപ്പ് റോക്കറ്റ്, അതുപോലെ തന്നെ ഡൽഹി വരി, അങ്ങനെയുള്ള സർവീസ്. ബാക്കിയുള്ളത് ഇന്ത്യ പോസ്റ്റ് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല? അല്ല, അവരുടെ ഇതുകൂടെ നമ്മൾ നോക്കും. അതായത് ഇത് ഞങ്ങൾ വാട്സപ്പ് ത്രൂ എടുക്കുന്ന സമയത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് ചോദിക്കും, നിയറസ്റ്റ് ഏതാണെന്ന് ചോദിക്കും. കസ്റ്റമറോട് തന്നെ, അതെ, അവരുടെ തന്നെ ചോദിക്കും നിങ്ങൾക്ക് ഏത് ത്രൂ ആണ് വേണ്ടതെന്ന് ചോദിക്കും. സോ ഇത് നമ്മൾ മാറ്റുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഡെലിവറി ചാർജ് ഇവിടെ ചേഞ്ച് വരുന്നുണ്ട്. സോ അപ്പോൾ എല്ലാവർക്കും ഡെലിവറി ചാർജ് കുറവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് കൊടുക്കും. ഇന്ത്യൻ പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹോം ഡെലിവറി ഉണ്ടാവും, ബട്ട് മേ ബി ചിലപ്പോൾ കുറച്ച് ഡിലേ വരാൻ ചാൻസ്. സോ അങ്ങനെ ചെയ്യാറുണ്ട്. ദെൻ പെട്ടെന്ന് വേണം, എനിക്ക് നാളത്തേക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ DTDC പോലുള്ള കൊറിയർ കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങളെ ഷോപ്പിഫൈ വെബ്സൈറ്റിൽ ഈ ഓപ്ഷൻസ് ഉണ്ടോ? അല്ലല്ല, ഷോപ്പിഫൈ വെബ്സൈറ്റിൽ ഈ ഓപ്ഷൻ ഇല്ല. ലൈക്ക് ഇപ്പൊ ആർക്കെങ്കിലും അർജന്റ് ആയിട്ട് ഇപ്പൊ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കൂടുതൽ മേടിക്കാറുണ്ട്, ബോയ്സ് മേടിക്കാറുണ്ട്. സോ അവര് പറയും എനിക്ക് ഇപ്പോൾ 18th ഗേൾ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ എനിക്ക് 17th വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും. പിന്നെ അവരെന്തേലും അഡീഷണൽ റിക്വയർമെന്റ് അവർ പറഞ്ഞാൽ നിങ്ങൾ ഫാസ്റ്റ് ഡെലിവറി ചെയ്യും. അതെ, ഫാസ്റ്റ് ഡെലിവറി നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ എന്തേലും എഴുതിയിട്ട് അതിനകത്ത് വെക്കോ, അങ്ങനെ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്തെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ. ഓക്കെ, പക്ഷെ ഈ ഡെലിവറിയിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ നോക്കേണ്ട സാധനങ്ങൾ? അതെ, ഞങ്ങൾ ഫസ്റ്റ് ഞാൻ ആ കൊറിയർ സർവീസിന്റെ നെയിം പറയണോ ഇവിടെ?
ആ കുറച്ച് അതൊക്കെ പറയാം. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഫഷണൽ എന്ന് പറയുന്നവരാ. ആ. സോ അവർക്കുള്ള നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓഫീസിലോട്ട് നമ്മൾ ചെന്ന് എടുക്കണം. ലൈക്ക് ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഹോം ഡെലിവറി ആഗ്രഹിച്ചിട്ടായിരിക്കുന്നത്. ബട്ട് നമ്മൾ അങ്ങോട്ട് പോയി എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അവിടെ അങ്ങനെ ഒരു ഇപ്പൊ എല്ലാം നമുക്ക് വീട്ടിലേക്ക് കയ്യിലോട്ട് കൊണ്ടുവന്ന് തരണം, ആ ഒരു മൈൻഡാ. സോ അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡെലിവറി എന്ന് പറയുന്ന കൊറിയർ സർവീസ് നമ്മൾ ചൂസ് ചെയ്തു. എല്ലാവർക്കും വീട്ടിലോട്ട് എത്തും. ബട്ട് ഇത് അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന കോലത്തിലായിരിക്കും അവിടെ എത്തുണ്ടാവുക. ഫുള്ള് അതെ, ഒരുമാതിരിയൊക്കെ ആയിരിക്കും. സോ ഇവര് അവിടെ എത്തിയിട്ട് ഇങ്ങനെ പറയും, ഇത് കിട്ടുന്ന സമയത്ത് തന്നെ ലീക്ക് ആയിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ ഡാമേജ് വരാൻ തുടങ്ങി. അതെ, നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് പോയതിനേക്കാൾ നമുക്ക് ആ ഒരു കസ്റ്റമറുടെ ഇത് പോയി. സോ ഇനി എക്സ്പീരിയൻസ് ഓർഡർ ചെയ്യുന്ന ഇപ്പൊ വെബ്സൈറ്റ് ത്രൂ ആണ് ഓർഡർ ചെയ്തെങ്കിൽ അവരിങ്ങനെ സംഭവിച്ചു എന്ന് നമ്മുടെ അടുത്ത് പറയത്തില്ല. സോ അവര് വിചാരിക്കും ഇവര് തരുന്ന എല്ലാം ഇങ്ങനെയാണ്, മോശമാണ്, നമ്മളെ സർവീസിന്റെ പ്രശ്നമായിരിക്കും. അതെ. സോ അത് നമ്മൾ ഫൈൻഡ് ചെയ്തപ്പോ പിന്നെ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് ചൂസ് ചെയ്തു. പക്ഷെ ഇന്ത്യൻ പോസ്റ്റിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊഡക്റ്റിനകത്ത് സാനിറ്റൈസർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാനിറ്റൈസർ ഇത് ത്രൂ വിടാനാവൂല, നിങ്ങൾ മാറ്റാന്ന് പറയും. പക്ഷെ നമ്മൾ ഇത് ത്രൂ ഒരുപാട് ഷിപ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇവര് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞേ. സോ അതിപ്പോൾ നമ്മൾ മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഷിപ്പ് റോക്കറ്റിലോട്ട് പോയിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ കറന്റ് ഷിപ്പ് റോക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ സർവീസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1 വീക്കെങ്കിലും എടുക്കണം. അപ്പൊ നിങ്ങൾ സ്റ്റിൽ ഫിഗറിംഗ് ഔട്ട് ആണെന്ന് അറിയാം, ഏതാണ് നമുക്ക് ഐഡിയൽ എന്നില്ല. അതെ അതെ, നമുക്ക് ഏതാണ് ബെറ്റർ നോക്കിയിട്ടാണ് ഞങ്ങൾ എല്ലാം നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് സെലക്ട് ചെയ്തെടുക്കണേ ഓരോരോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പം കൂടുതൽ COD ആണോ അല്ലെങ്കിൽ പേയ്മെന്റ് ഗേറ്റ് ആണോ, ഏത് ത്രൂ ആ വരുന്നത്? അല്ല, ഇപ്പൊ നമ്മൾ കറന്റ് COD ചെയ്യുന്നില്ല. കാരണം നമുക്ക് റവന്യൂവിന്റെ ഒരു ഇതിൽ ബാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് അത് കിട്ടിയിട്ട് നമ്മളിപ്പോ കംപ്ലീറ്റ്ലി ബൂട്ട് സ്ട്രാപ്ഡ് ആണല്ലോ. നമുക്ക് അപ്പൊ പേയ്മെന്റ് വന്നാൽ മാത്രം നമുക്ക് അടുത്തുള്ള സ്റ്റെപ്പ് ചെയ്യാനാവുക. കറക്റ്റ്. സോ COD കുറച്ചുകൂടെ ട്രസ്റ്റ് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിലും നമ്മളത് ഫ്യൂച്ചറിൽ ചെയ്യും. ഇപ്പൊ കറന്റ് നമ്മൾ ഫുൾ ഗേറ്റ് വേ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അതായത് പ്രീപെയ്ഡ് ആണ്? അതെ, എല്ലാം പ്രീപെയ്ഡ് ആണ്. ഏത് ഗേറ്റ് വേ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? റേസർ പേ ആണ് യൂസ് ചെയ്യുന്നത്. അറൌണ്ട് എന്താണ് ഇപ്പോഴത്തെ പെർസെന്റേജ് നിങ്ങൾക്ക് വരുന്നത്? ഇതിനാണോ പേയ്മെന്റിന്റെ ആണോ? പേയ്മെന്റിന് 2.5 വരുന്നുണ്ട്. 2.5% ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഷിപ്മെന്റ് ഏരിയ കവർ ചെയ്തു. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ മലയാളികളാണ്. നിങ്ങൾ കൂടുതൽ വെർട്ടിക്കൽ സ്കിൽ, കൂടുതൽ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണോ ഇനി നോക്കുക, അല്ലെങ്കിൽ ഇനി മൾട്ടിപ്പിൾ മാർക്കറ്റ്സ് ടാപ്പ് ചെയ്യാനാണോ? ഇപ്പൊ കറന്റ് നമ്മൾ ഓൾറെഡി മൾട്ടിപ്പിൾ മാർക്കറ്റ്സ് നോക്കുന്നുണ്ട്. അതായത് പിന്നെ തമിഴ്നാട് നോക്കുക, കർണാടക നോക്കുക. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരു പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ മറ്റു തമിഴ്നാട്ടിലെ 3.2 കോടി, 4 കോടി, 3.4 കോടി ഇന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കൂടുതലാണല്ലോ. സോ എനിക്ക് തമിഴ് അറിയത്തില്ല. സോ അഖിലേഷിന് തമിഴിൽ കുറച്ച് സ്കിൽ ഉണ്ട്, അവന്റെ മദർ ടങ് തമിഴാണ്. സോ അവൻ അപ്പുറത്തിരുന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ തമിഴിൽ വീഡിയോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം തമിഴിലുള്ള ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട്, കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഞങ്ങൾ ഇതിൽ നിന്ന് ലേൺ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ മലയാളത്തിൽ ചെയ്ത വീഡിയോസ് ഇംഗ്ലീഷിലാണ് ചെയ്തത്. അത് ഇത്രയും വ്യൂസ് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സെയിൽ ഗ്രാഫ് ഇവിടെ ഒന്നും ആയിരിക്കില്ല, എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. സോ അത്രയും സെയിൽസ് ഉണ്ടാവും. സോ ഇത് മല്ലൂസ് ആയതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് ഇത് കുറവുണ്ട്. സോ നമ്മൾ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷ് കണ്ടന്റ് ചെയ്യുന്നുണ്ട്, തമിഴ് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. തമിഴ് ഇംഗ്ലീഷ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കറന്റ് ഇംഗ്ലീഷ് 2 കണ്ടന്റ് ചെയ്തിട്ടുണ്ട്, തമിഴ് 3-4 ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ആ ഒരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് എക്സിസ്റ്റിംഗ് സെയിം ഇൻസ്റ്റാഗ്രാം പേജിലാണോ അതൊക്കെ ചെയ്യുന്നത്? അല്ലല്ല, നമ്മൾ ഇതിൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കറന്റ് ഉള്ള അവർക്ക് കൂടെ ഒരു ബോറടി ആവും. ലൈക്ക് ഇന്ന് ഇംഗ്ലീഷ് ആണെങ്കിൽ നാളെ മലയാളം ആയിരിക്കും, പിന്നെ ഹിന്ദി എന്താണെന്ന് തോന്നും. സോ നമ്മളെല്ലാം വേറെ തന്നെ പേജ്, അതായത് പിന്നെ തമിഴ്നാട്ടിലേക്ക് കാണിച്ച വേറൊരു പേജ് എന്താണ് ലവിഷ്.tn ആണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോ ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലവിഷ്.EG ഓക്കെ, ഫൈൻ. പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ ഹിന്ദി സംസാരിക്കുന്നവരല്ലേ? അതെ. അപ്പൊ ഹിന്ദി എന്താണ് ചെയ്യാത്തത്? അല്ല, ഹിന്ദി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേർക്കും ഹിന്ദി ആയിട്ട് ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് ഞാൻ ചെയ്തുതരാം, എനിക്ക് പൈസ തന്നാൽ മതി. അല്ലല്ല, അത് അവിടെ നമ്മൾ വേറൊരു പ്ലാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ AI യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ ഞാൻ അതിനായിട്ട് ഒരു ബ്രോയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ആളും ഇതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ത്രൂ AI ക്ലോണിങ്ങിന്റെ ഇത് ചെയ്തതാ. സോ ഞാൻ അവിടെ കണക്ട് ചെയ്തിട്ട് ഹിന്ദി സ്ക്രിപ്റ്റ് ചെയ്തിട്ട് എന്റെ ഫേസിൽ തന്നെ ഞാൻ കണ്ടന്റ് പറയുന്ന രീതിക്ക് അവിടെ AI യൂസ് ചെയ്യാൻ. വെരി നൈസ്. അപ്പൊ അവിടെയാണ് നിങ്ങൾ AI ഡിപ്ലോയ് ചെയ്യുന്നത്. നമുക്ക് സ്ഥിരമായിട്ട് ഒരു സെഗ്മെന്റ് ഉണ്ട് അവസാനത്തെ, നമ്മൾ എന്തായാലും എനിക്കൊന്ന് ഈ എപ്പിസോഡിന്റെ അവസാനം എത്തി. അപ്പൊ AI ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ലാംഗ്വേജ് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യാം. നമ്മൾ കറന്റ് നമുക്ക് മറ്റുള്ളതൊന്നും ഓട്ടോമേറ്റ് ചെയ്യുന്നില്ല. ഞങ്ങളിപ്പോ കറന്റ് ലാംഗ്വേജ് ആണ്
ടാർഗറ്റ് ചെയ്യുന്നത്. നമുക്ക് അറൗണ്ട് ഒരു 20 മിനിറ്റ്സ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിക്കുന്നു, എക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഡെയിലി സ്പെൻഡ് ചെയ്യേണ്ടി വരും ആ ഒരു ഓക്കെ. കണ്ടന്റിന് വേണ്ടിയിട്ട്. അതിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരാൻ കാരണം? കാരണം നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ നമ്മുടെ ഈ AI പ്രോപ്പറായിട്ട് ലിപ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ അതിന് വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഡോക്യുമെന്റിങ് ആണല്ലോ. സോ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള സ്ക്രിപ്റ്റ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള വോയിസ് നോട്ട് മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. സോ സ്റ്റാർട്ടിങ്ങിൽ വോയിസ് നോട്ട് പക്ഷേ AI വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. അതെ, വോയിസ് നോട്ട് നമ്മൾ AI വെച്ച് ക്രിയേറ്റ് ചെയ്യും. എന്റെ ടോണിൽ തന്നെ AI വെച്ചിട്ട് ഞാൻ ക്ലോൺ ചെയ്യും. മനസ്സിലായി. ഞാൻ തന്നെ പറയുന്ന രീതിക്ക്. കറക്റ്റ്. അപ്പൊ അത് ഇപ്പൊ ആൾക്കാരെ തന്നെ ക്ലോൺ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. അതെ. അപ്പൊ ആ ഒരു സാധനങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. എന്നാ പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ അതിന്റെ അകത്തിന് പഠിക്കാം. ക്ലിയർ ആയില്ല. അത് AI വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലാതെ ഡോക്യുമെന്റ് ചെയ്യും? അത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യല്ല. കാരണം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ നിങ്ങളെ ഫോളോ ചെയ്യാൻ ഒരു റീസണും കൂടി. അതെ, അങ്ങനെ. സോ അങ്ങനെ ഇതെങ്ങനെ ചെയ്യാമെന്നില്ല കണ്ടുപിടിക്കാം. സോ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളിലോട്ട് എത്തും. സോ നമ്മള് ഹിന്ദിയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓഡിയൻസ് ഫോളോ ചെയ്തോ, ഇവര് AI ക്ലോണിങ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഇവരെങ്ങനെ ചെയ്യുന്ന നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം. അതെ. സോ അങ്ങനെയാണ് ഇപ്പൊ കറന്റ് ഉള്ള സ്റ്റേജ്. നമ്മൾ മറ്റുള്ള ഇവരെയും കൂടെ നോക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പാണ് ഇപ്പൊ എടുത്തു വെച്ചിട്ടുള്ളത്. അത് അടിപൊളി ആയിരിക്കണം. ഇംഗ്ലീഷിനേക്കാളും എനിക്ക് തോന്നുന്നു ഹിന്ദി ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള, പക്ഷെ അവിടുത്തെ ഹുക്കും ഇതൊക്കെ കണ്ടിരിക്കാൻ കുറച്ചൊരു ഐഡിയ ഉണ്ടാക്കേണ്ടി വരും. തൽക്കാലം ഷാറൂഖ് ഖാനും സൽമാൻ ഖാനെ ഒക്കെ പിടിച്ചോ, അതായിരിക്കും അവിടുത്തെ ഹുക്കുകൾ. നൈസ്. അപ്പോൾ ഇപ്പൊ നിങ്ങളൊരു 5 lakhs എത്തി നിൽക്കുന്നു. ആ മാർക്കറ്റ് ഗ്രോയിങ് ആണ്. നിങ്ങൾ അവിടെ കണ്ടന്റ് ചെയ്യുന്നു, നിങ്ങൾ സ്കെയിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് നിങ്ങൾ പാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സർവീസ് ബേസ്ഡ് എന്തോ ഒരു പ്രൊഡക്റ്റും കൂടി നിങ്ങൾ ലോഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. മീൻവൈൽ നിങ്ങൾ കൂടുതൽ ടാർഗറ്റ് ഓഡിയൻസിന്റെ ഇത് ഫണൽ കൂട്ടുന്നുണ്ട്. കാരണം നിങ്ങൾ തമിഴ്നാട്ടിൽ തമിഴിൽ ചെയ്യുന്നു, ഇംഗ്ലീഷിൽ കണ്ടന്റ് ചെയ്യുന്നു, ഹിന്ദി നിങ്ങൾ ക്ലോൺ ചെയ്യാൻ വിചാരിക്കുന്നു. AI നിങ്ങൾ അവിടെയാണ് ഡിപ്ലോയ് ചെയ്യുന്നത്. AI വേറെ എവിടെയെങ്കിലും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അതായത് കറന്റ് ഇപ്പൊ നമ്മൾ എവിടെയും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിന് നമ്മൾ AI കുറിച്ച് പഠിച്ചിട്ട് നമ്മുടെ എവിടെയൊക്കെ ഇത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നമ്മൾ നോക്കിയിട്ട്, അതുപോലെ തന്നെ ഇനി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് വെബ്സൈറ്റിൽ തന്നെ ഒരു ചാറ്റ് ബോട്ട് സെറ്റ് ചെയ്തിട്ട്, ഇപ്പോ നമ്മുടെ കറന്റ്ലി ഉള്ള ഫോളോവേഴ്സ് ഉണ്ടല്ലോ, ലൈക്ക് ഗേൾസ് ഉണ്ടല്ലോ, സോ ഇവർക്ക് അവിടെ നമുക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു സർവീസ് കൊടുക്കുക. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ടും ഈ ബോട്ടിന്റെ അടുത്ത് ചോദിക്കാം, ബോട്ട് ആൻസർ ചെയ്യും. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെബ്സൈറ്റിലോട്ട് കയറ്റണം. സോ കയറ്റുന്ന സമയത്ത് ഇവർക്ക് ഈ ഫ്രീ സർവീസ് യൂസ് ചെയ്യാം. അതിന് കൂടെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പുറത്തുള്ളത് ഇവർക്ക് കാണാൻ പറ്റും. കറക്റ്റ്. സോ അത് ത്രൂ ഒരു കൺവേർഷൻ വന്നാൽ നമുക്ക് ബെറ്റർ ആണ്. സോ നമ്മൾ അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അവിടേക്കാണ് നിങ്ങൾ AI ഇപ്പൊ യൂസ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ കുറച്ചൊരു ഒരു മാസമായിട്ട് AI ക്ലോണിങ് ഭയങ്കര സംഭവമാണ്. പ്ലസ് ഈ VO3 ലോഞ്ച് ആയല്ലോ. അപ്പൊ ശരത്തിനെ തന്നെ റീപ്ലേസ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തായിരുന്നു അഖിലേഷിനെ റീപ്ലേസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഞാനാണോ AI ആണോ എന്ന് പോലും നമുക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിക്കാണ്. ഇപ്പൊ ഇൻ കേസ് ഇപ്പോ എന്തേലും ഒരു കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോ ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു, ലൈക്ക് നമുക്ക് പ്രോപ്പറായിട്ട് കണ്ടന്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു പനി പിടിച്ച്, അതെ ശരി, അത്രയും മതി. സോ എന്റെ വർക്ക് എനിക്ക് AI കൊടുക്കാൻ പറ്റും. സോ AI അത് വൃത്തിക്ക് ചെയ്തോളും. അപ്പൊ അതിനകത്തേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ. ഓക്കെ. ഇതും കൂടി ചോദിക്കാം. അതിന്റെ ഇടയ്ക്ക് എനിക്ക് ചോദിക്കേണ്ടത്, ഇപ്പൊ കുറെ കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും, പിന്നെ ടീം മെമ്പേഴ്സ് വേറെ ആരോ? ടീം മെമ്പർ ഒരു എംപ്ലോയി ഉണ്ട്, ജസ്റ്റ് നമ്മുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. ബേസിക്കലി 3 ആൾക്കാരുടെ ടീമാണ് ഈ 5 ലക്ഷത്തിന്റെ റവന്യൂ ചെയ്യുന്നത്. അതെ അല്ലെ? അപ്പൊ ഇനി എന്റെ ഒരു ചോദ്യം, ഹൗ ഡസ് എ ഡേ ലുക്ക്, ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന പോലെ എങ്ങനെയാണ് ഒരു ദിവസം സ്ട്രക്ചർ ചെയ്യല്? കാരണം ഇതൊക്കെ ചെയ്യണം, പാക്കിംഗ് ചെയ്യണം, ഓർഡർ ആക്സെപ്റ്റ് ചെയ്യണം, അതേപോലെ കണ്ടന്റ് ചെയ്യണം, എനിത്തിങ് എൽസ് ദാറ്റ് യു മേ നീഡ് ടു ഡു. ഓക്കെ. ഞാൻ അറൗണ്ട് ഒരു 6 എണീക്കും. 6 എണീച്ചിട്ട് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ ജിമ്മിൽ പോയിട്ട് വരും. 7:30-8 മണിയാകുമ്പോഴത്തേക്കും വരും. ജിമ്മ് വളരെ നിർബന്ധമാണ്. അതാണ് ഹെൽത്ത് പോയാലെല്ലാം പോയി. പക്ഷെ അത് ചെറുപ്പത്തിൽ മനസ്സിലാവില്ല. എനിക്ക് കുറെ കഴിഞ്ഞിട്ട് മനസ്സിലായി. ഭാഗ്യത്തിന് എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റി. ഓക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യും. ദെൻ നമ്മൾ ജിമ്മിൽ പോയി വന്ന് ഫ്രഷ് ആയിട്ട്, ആൻഡ് ഞാൻ ഈ ജിമ്മിന് പോണേ മുന്നായിട്ട് ഞാനൊരു 10 to 20 മിനിറ്റോളം ഞാൻ ഇതിനിരിക്കും. ലൈക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു നോഷനിൽ ഞാനൊരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ ഭയങ്കര സെറ്റപ്പ് ആണല്ലോ നോഷനിൽ ടു ഡു ലിസ്റ്റ് ഒക്കെ. റിച്ച് ടീം, അടിപൊളി, സൂപ്പർ, പ്രൗഡ് ഓഫ് യു. അതെ. പിന്നെ അഖിലേഷിന് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. കാരണം ഇന്ന് നീ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം അവൻ എന്തെങ്കിലും ഇന്നലത്തെ പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് പറയും. സോ അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ. ആൻഡ് നമുക്ക് രണ്ടുപേർക്കും
കാണാനായിട്ട് പറ്റും എന്തൊക്കെ. ഒരു ദിവസം സ്ട്രക്ചർ ചെയ്യും. അതെ, സ്ട്രക്ചർ ചെയ്യും. ആൻഡ് എനിക്ക് ലവീഷ് മാത്രം ഫോക്കസ് ചെയ്താൽ പറ്റൂല, എനിക്ക് വേറെയും ഇതുണ്ട്. ലൈക്ക് ഇപ്പോൾ ഈ ഒരു ടെക് അക്കൗണ്ട് എനിക്ക് നോക്കണം. അതുപോലെ തന്നെ പിന്നെ എനിക്ക് ഇഷ്ടമാണ് ലൈക്ക് ഗെയിമിന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ. ലൈക്ക് അതിന് ഞാൻ റവന്യൂ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും എനിക്ക് ഇഷ്ടമാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാഷൻ പ്രൊജക്ട് ജസ്റ്റ് സോ ഞാൻ അതിനാണല്ലോ വന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു എക്സ്ട്രാ സ്കിൽ എന്നുള്ള രീതിക്ക് ഈ ക്രിപ്റ്റോ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സോ ഇതെല്ലാം എനിക്ക് ഒരു ദിവസം സ്ട്രക്ചർ ചെയ്യണം. സോ ഒരു 6 മണിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 9 വരെയും ഇതിനകത്ത് തന്നെ ആയിരിക്കും ഓരോ വർക്കും ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഞാൻ കുറച്ച് നേരം ഫ്രണ്ട്സായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഒരുപാട് വർക്ക്സ് പെൻഡിങ് ഉണ്ടെങ്കിൽ ഞാൻ പോകത്തില്ല. ആൻഡ് ഇല്ല എന്നാണെങ്കിൽ ഫ്രണ്ട്സായിട്ട് കുറച്ച് നേരം പുറത്ത് പോകും. അങ്ങനെ ആ ഒരു രീതിക്ക് കറന്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വെരി നൈസ്. പക്ഷെ എനിക്ക് ഈ ഒരു ഇതിൽ ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഞാൻ ഇങ്ങനെ ഭയങ്കര പ്രഷറായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുക. സോ ഷാൻ ബ്രോക്ക് ഇതിൽ എനിക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു ഡേ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു തരികയാണെങ്കിൽ ലൈക്ക് വാട്ട് എവർ വർക്ക്സ് ഫോർ യു. ഞാൻ എപ്പോഴും കണ്ടുപിടിക്കുന്നത് ഹാബിറ്റാണ്. ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം രാവിലെ എണീക്കുക, ജിമ്മിൽ പോവുക, അത് കഴിഞ്ഞിട്ട് എനിക്ക് കുട്ടികളെ സ്കൂളിൽ സെറ്റാക്കാണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ 9 to 1 ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് മീറ്റിംഗ് മൊത്തം സെറ്റ് ചെയ്യുക. അപ്പോൾ അത് കൺസിസ്റ്റൻ്റ്ലി നമ്മളിപ്പം ഇന്റേണലി യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ട്, ക്ലിനിക്കലി എക്സിക്യൂട്ട് ചെയ്യുക എവറി സിംഗിൾ ഡേ. ബോറിംഗ് ആണ്, പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അടുത്ത് അങ്കുർ വാരിക്കോൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഇഫ് യു ആർ ദ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് യു വിൽ വിൻ ദ ഗെയിം. അവസാനം വരെ നിൽക്കുക, അത് ചെയ്തുകൊണ്ടേയിരിക്കുക. സംഭവം വലിയ രസമൊന്നും ഉണ്ടാവില്ല. പുറത്തുനിന്ന് നോക്കണവർക്ക് അല്ല ബോറിംഗ് ആ, ഡെയിലി ഇവൻ തന്നെയാണല്ലോ. പക്ഷെ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് സൂപ്പർ പവർ. ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മലമറിക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. 10 ദിവസം കൊണ്ട് നിങ്ങളെ ഞങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ എക്സ്പേർട്ട് ആക്കി തരാം. 15 മിനിറ്റ് എല്ലാ ദിവസവും മുടക്കിയാൽ 10ാമത്തെ ദിവസം നിങ്ങൾക്കൊരു ലൈവ് ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കാം. അപ്പം നിങ്ങളെ കേസിൽ എനിക്ക് തോന്നുന്നത്, നിങ്ങൾ കണ്ടന്റ് ഓൾറെഡി ക്രാക്ക് ചെയ്തു, നിങ്ങൾ മൾട്ടിപ്പിൾ മാർക്കറ്റ്സ് ക്രാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റണത് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് പെയ്ഡ് ആഡ്സ് ചെയ്യാം. അപ്പോൾ പെയ്ഡ് ആഡ്സ് ചെയ്യുമ്പോൾ മേ ബി യു നീഡ് സം മോർ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ നിങ്ങൾക്ക് മേ ബി നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് എടുക്കൂലേ? ഉറപ്പായിട്ടും ഡിസ്കഷന് തയ്യാറാണല്ലോ അല്ലേ? ദേ വിൽ ബി ഓപ്പൺ ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഡിസ്കഷൻസ്. അതൊന്ന് ചെയ്യാം. 2, നിങ്ങൾ എന്തായാലും ചെയ്യേണ്ട ഒരു സാധനം SEO ആണ്. Google SEO, that may cost you around 60,000 to 70,000 per month, but worth it. അതിൽ കുറവിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഞാനൊരു ആവറേജ് സാധനമാണ് പറഞ്ഞത്. അപ്പോൾ കണ്ടന്റ് ചെയ്തു, ഫൗണ്ടർ ബ്രാൻഡിങ് ചെയ്യില്ല ഓൾറെഡി. പക്ഷെ ലവ് വിഷ് ആണോ ശരത്തിന് വേറെ പേജ് ഉണ്ടോ? എനിക്ക് വേറെ പേജ് ഉണ്ട്. അപ്പോൾ ഇടക്കിടക്ക് കൊളാബ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് യു ആർ ഓൾറെഡി ഡൂയിങ്. ഓക്കെ, അങ്ങനെ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ പെയ്ഡ് ആഡ്സും SEO മാത്രമേ ക്രാക്ക് ചെയ്യാൻ ഉള്ളൂ. SEO ക്രാക്ക് ചെയ്യാൻ ഞാൻ മനസ്സിലാക്കിയോടത്ത് ഇതുവരെ എൻ്റെ ഇൻഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ChatGPT ക്രാക്ക് ആവും. കാരണം ഇപ്പുറത്ത് കണ്ടന്റ് ആണല്ലോ ചെയ്യുന്നത്. ആൻഡ് ദെൻ കൊളാബ് വിത്ത് ഫ്യൂ ഇൻഫ്ലുവൻസേഴ്സ്, വിച്ച് നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് കൊളാബ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മള് വലിയ ലൈക്ക് നല്ലോണം ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ കൊടുത്തിട്ടില്ല. മൈക്രോസിനെ വെച്ചിട്ട് കുറെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുറെ മൈക്രോസിനെ വെച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് മൈക്രോയുടെ അത്യാവശ്യം നല്ല വ്യൂസ് കയറിയിട്ടുണ്ട്. സോ ഇനി അത് സെയിൽസിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ടോ? സെയിൽസിലോട്ട് കൺവേർട്ട് ആവുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു പ്രൊമോ കോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് ത്രൂ നമുക്ക് വരുന്നുണ്ട്, ഓർഡേഴ്സ് വരുന്നുണ്ട്. പക്ഷെ വളരെ കുറവായിരിക്കും. പക്ഷെ അറിയാൻ കഴിയും ഇതൊരു ബ്രാൻഡ് അവയർനെസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അത് വളരെ കുറവിൽ ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റും, കൂടുതൽ ചെയ്യാം. അതെ. സോ ഇനി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു ഞങ്ങൾ ബൂട്ട് സ്ട്രാപ്ഡ് ആണ്. നമ്മൾ മന്ത്ലി ഇത്ര റവന്യൂ നമുക്ക് പ്രോപ്പർ ആയിട്ട് 5 lakh റവന്യൂ വരുന്നില്ല. കുറയുന്നുണ്ട്, അതിനേക്കാൾ കുറയുന്നുണ്ട്, കറക്റ്റ് കൂടുന്നുണ്ടാവും, അങ്ങനെയൊക്കെ. സോ നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് ഒരു ആവറേജ് ആണ് 5 lakh. അതെ. സോ അതിനനുസരിച്ചിട്ട് നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പുതിയ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു നല്ലൊരു ഇൻഫ്ലുവൻസേഴ്സിന് വെച്ച് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് ഫണ്ട് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നേ വരെ 1 രൂപയ്ക്ക് പോലും നമ്മൾ മാർക്കറ്റിംഗ് എന്നുള്ള രീതിക്ക് ചെയ്തിട്ടില്ല. ഫുൾ അതെ, ഫുൾ ഓർഗാനിക് ആണ്, ഫുൾ ഈ കണ്ടന്റ്സിലൂടെ വന്നിട്ടുള്ളതാണ്. കറക്റ്റ്. സോ ശരിക്കും പറഞ്ഞാൽ കണ്ടന്റ് ഈസ് ദ കീ. ആ ഒരു രീതിക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടന്റ് ചെയ്താൽ മതി, ശരിക്കും കണ്ടന്റ് ചെയ്താൽ എവറിത്തിങ് വിൽ കം ടു യു. നിങ്ങൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്റ്റേർഡ് ആണോ? ഇല്ല, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഗ്രാൻസ് ഉണ്ട്,
ഇന്ത്യൻ ഗവൺമെന്റ് ഗ്രാൻഡ്സ്, പക്ഷെ അതിനൊക്കെ ഒരുത്തിന് ഇരിക്കണം. അതെ അതെ. അപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പല സാധനങ്ങൾക്കും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യ UAE മിഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ DPIT ഞങ്ങൾ ഇപ്പോഴാണ് എടുത്തത്. ഞങ്ങളൊരു സ്റ്റാർട്ടപ്പ് ആണല്ലോ. സോ അത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ വെബ്സൈറ്റിൽ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പഠിച്ച സാധനങ്ങൾ ഞങ്ങൾ ബാക്കിയുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊരു വേ ആണ്. അപ്പൊ എനിവേസ്, താങ്ക് യു ഫോർ കമ്മിങ് ഫ്രം ഓൾ ദ വേ ഫ്രം പാലക്കാട്. ഇവിടം വരെ വന്നു, നമ്മളെ കൂടെ ഇരുന്നു, നമ്മളെ ഫുള്ള് പഠിപ്പിച്ചു, നമ്മളെ വ്യൂവേഴ്സിനും പഠിപ്പിച്ചു എന്ന് വിചാരിക്കുന്നു. ഡോക്യുമെന്റ് ചെയ്യാൻ വെറും കണ്ടന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോവാന്നുള്ളതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ശരത്തും ലവ്വിഷും ആൻഡ് അഖിലേഷ്. സോ അണ്ടിൽ വി മീറ്റ്, ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു 20 ലക്ഷത്തിലെത്തുമ്പോൾ മീറ്റ് ചെയ്യാം. അവിടെ വരെ എങ്ങനെ എത്തിയെന്നില്ലേ, ഇപ്പൊ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോന്ന് നോക്കും ചെയ്യാലോ. അണ്ടിൽ വി മീറ്റ് അഗൈൻ, താങ്ക് യു. ഇന്നത്തെ ഈ എപ്പിസോഡിന് ശേഷം എന്നാലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടായേക്കാം. ഈ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ടീമായിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ ഈ ഗസ്റ്റുമായിട്ട് നിങ്ങൾക്ക് ഒരു പെയ്ഡ് 1-on-1 കൺസൾട്ടേഷൻ വേണമെങ്കിൽ അതും ഈ ലിങ്കിൽ അവൈലബിൾ ആയിരിക്കും. സോ അവിടെ പോവുക, സാധനം ചെക്ക് ചെയ്യുക ആൻഡ് ഡു വാട്ട് ഈസ് നീഡഡ്. അണ്ടിൽ വി മീറ്റ് അഗെയിൻ.